Hello everyone and welcome back to another class on CSEMA Foundation. Today we are going to take up a very simple chapter from Accounting for Special Transactions, which is Sale of Goods on Approval or Return Basis. ഇനി എന്താണ് ഇതെന്ന് നമുക്ക് പഠിക്കാം. സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും നാളുമുള്ള ഡിസ്കഷൻസിലൊക്കെ പറഞ്ഞ ഒരു പോയിന്റ് വിച്ച് is that sale എന്ന് പറയുന്ന ആ ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് ഒരു ബിസിനസ് ശരിക്കും ലാഭം ഏൺ ചെയ്യാൻ തുടങ്ങുന്നത്. So is this chapter same to that sale? It has or it will become sale, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം എന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So sale of goods on approval or return basis is not entirely നമ്മൾ ഇത്രയും നാളും പറഞ്ഞ പ്ലെയിൻ സെയിൽ അല്ല. ഇതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. So when a business introduces a new product, ആ പ്രോഡക്റ്റ് ആൾക്കാർക്ക് ഇതുവരെ പരിചയമില്ലാത്ത പുതിയ ടൈപ്പ് ഓഫ് ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കാനും അത് വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് അത് ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടി പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ട് പല ബിസിനസ്സുകാരും ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. വേറെ ബിസിനസ് എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിൽ വിൽക്കും, which enables the customer to check whether they are okay with this product. ഈ പ്രോഡക്റ്റ് അവർക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ അവർക്കൊന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൊടുക്കും. ആ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കഴിഞ്ഞിട്ട് the customer can ultimately decide whether he wants that product or if he is not interested he can return that product. ആ ഒരു ഓപ്ഷൻ നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്, കസ്റ്റമറിന് കൊടുക്കുകയാണ്. അപ്പോൾ എൻറ്റയർലി മാർക്കറ്റിൽ പുതിയതായിട്ട് വന്ന ഒരു പ്രോഡക്റ്റിന് അങ്ങനെ ഒരു പ്രൊമോഷണൽ ടെക്നിക്ക് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാലും അത് വേണമോ വേണ്ടയോ എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരും. അതിനെയാണ് ഈ സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. അങ്ങനെ ഒരു സാവകാശം നമ്മൾക്ക് തരിക എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിം നമ്മൾക്ക് തരികയാണ്. ആർക്ക് തരികയാണ്? കസ്റ്റമറിന് ബിസിനസ് തരികയാണ് ടു ഡിസൈഡ് വെദർ you want the product or no, you can return the product. അതിനൊരു ടൈം ഫ്രെയിം കൊടുത്തില്ലെങ്കിൽ the customer can misuse this ഫെസിലിറ്റി ഗിവൺ അല്ലേ. ബിസിനസ്സിനെ ചീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ്സിന്റെ അഡ്വാൻറ്റേജ് എടുക്കാം. ടൈം ഫ്രെയിം ഒന്നും കൊടുത്തില്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരികെ തരാം വേണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ള ഓപ്ഷൻ മാത്രം സമയപരിധി ഒന്നും ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമറിന് എത്ര നാളിന് ശേഷം വേണമെങ്കിലും ഇത് തിരികെ ബിസിനസ്സിലേക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറെ നാൾ ഇരുന്ന് അതിന്റെ ട്രെൻഡ് പോയി കാണും, അതിലെന്തെങ്കിലും കേടുപാടുകൾ വന്നു തരും, ബിസിനസ്സിന് ഭയങ്കര ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആൻഡ് കസ്റ്റമർ ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ബിസിനസ്. സോ ഫോർ ദാറ്റ് ടു നോട്ട് ഹാപ്പൻ, ബിസിനസ് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പ്രൊമോഷണൽ ടെക്നിക്കിന്റെ ഭാഗമായി അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ട് അവർക്ക് ഓപ്ഷൻ കൊടുക്കുകയില്ല, അതിൻ്റെ കൂടെ തന്നെ അവരൊരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യും. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം whether you want it or not, but within the time frame that we mentioned at the time of this sale or this transfer happening. This you can see it even in your local shops. ഇപ്പം നമ്മൾ ആലപ്പുഴയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുക, എനി ടെക്സ്റ്റൈൽ ഷോപ്പ് യു ഗോ, ചില പ്രോഡക്ട്സ് അവർ റിട്ടേൺ എടുക്കാൻ സമ്മതിക്കാത്ത പ്രോഡക്ട്സ് കാണും. അത് അവരോട് എഴുതിയിട്ടുണ്ടായിരിക്കും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് അതർ ദാൻ നിങ്ങൾ ഒരു കുർത്ത എടുക്കുകയാണ്, അല്ലെങ്കിൽ ഷർട്ട് എടുക്കുകയാണ്, ഒരു സാരി എടുക്കുകയാണെന്ന് വെക്കുക, ഏതെങ്കിലും ആലപ്പുഴയിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ആ ബില്ല് എഴുതും. ബില്ലിന്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ ബില്ലിന്റെ ഫ്രണ്ടിൽ തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ അവർ നോട്ട് കൊടുക്കും, ദിസ് പ്രോഡക്റ്റ് ക്യാൻ ബി റിട്ടേൺഡ് വിത്തിൻ സോ ആൻഡ് സോ ഡേറ്റ്, 7 to 10 days. ഓരോ ബിസിനസിന്റെ തീരുമാനങ്ങളാണ്. പ്രൊവൈഡഡ് നിങ്ങൾ അതിന് ടാഗ് കളഞ്ഞിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല, അതിൽ കേടുപാടുകളൊന്നും വന്നിട്ടില്ല, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സമ്മതിക്കും? 7 അല്ലെങ്കിൽ 10 ദിവസത്തിനകം റിട്ടേൺ ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഞങ്ങൾ തരുന്നുണ്ട്. So as a customer, if you have purchased a kurta from any of the textile shop in Alapi, what would you do? If you like the നിങ്ങൾ ഈ കുർത്ത വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുക. Will you now go back to the shop
ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ബില്ല് നിങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഇനി കണക്ക് എഴുതി വെക്കണമെങ്കിൽ ബില്ല് സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെച്ചോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യു പർച്ചേസ് ദിസ് കുർത്ത ആൻഡ് യു വെന്റ് ഹോം ആൻഡ് ട്രൈഡ് ഇറ്റ് ഓൺ ആൻഡ് യു ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഓൺ യു, യു മൈറ്റ് നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ് ബിൽ, അല്ലെ? ആ ഇൻവോയ്സിനെ കുറിച്ച് നിങ്ങൾ പിന്നെ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. സോ വാട്ട് ആർ യു അൾട്ടിമേറ്റ്ലി ഡൂയിങ്? സൈലന്റ്ലി യു ആർ സേയിങ് ടു ദ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഈ കുർത്ത തിരിച്ചു വന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ച ആൾക്ക് ഇഷ്ടപ്പെട്ട, അയാൾ ഉപയോഗിച്ചും തുടങ്ങി. അപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ കുർത്ത തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? The person who bought it has liked it and he or she has started using it, അല്ലെ? അവർക്ക് അത് ഇഷ്ടപ്പെട്ടു, അവരത് അവരുടെ സാധനമായിട്ട് അക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് ചെന്ന് നമ്മൾ ആ കടയിൽ എന്ന് പറയും ടെക്സ്റ്റൈൽ ഷോപ്പിൽ? ഇല്ല. നമ്മൾ സൈലന്റ് ആയി ഇരിക്കുകയാണ്. 7 അല്ലെങ്കിൽ ആ ടൈം ഫ്രെയിം 10 ദിവസം തിരിച്ചു തരാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആയി ഇരിക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റൈൽ ഷോപ്പിന് എന്ത് ഇൻഫർമേഷൻ pass on agum? The person who bought it is happy with it and he is not going to return it. But if you feel that kurta ittu kazhinjappol evideyum oru stain kandu, allengil ningalku adu ishtam ittu kazhinjappo endengilum oru defect thoni, correct fit alla, appo ningal endu cheyum? ആ ബില്ല് പോയി നോക്കി അതിനകത്ത് റിട്ടേൺ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ദിവസം നോക്കും. ആ ദിവസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പോയി നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സാധനം ഇതിന് പകരം മാറ്റി എടുക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ കുർത്ത വാങ്ങിച്ചത് നിങ്ങളുടെ ഫാമിലിയിലുള്ള സിസ്റ്ററിനോ ആർക്കെങ്കിലും ആണെന്ന് വെക്കാം, ആൻഡ് ഷീ വാസ് നോട്ട് ദെയർ ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് ഷീ ഹാഡ് നോട്ട് റിട്ടേൺഡ് വിത്തിൻ ദിസ് 10 days ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ആളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരു 15 ദിവസമായി എന്ന് വെക്കാം. കുർത്ത വാങ്ങിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാങ്ങിച്ച് അവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിട്ട് നോക്കി, അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ റിട്ടേൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ക്യാൻ യു നോ റിട്ടേൺ ഇറ്റ്? നോ, ബിക്കോസ് റിട്ടേൺ പോളിസി ഇൻ ദാറ്റ് ബിൽ ഓർ ഇൻ ദാറ്റ് ഷോപ്പ് വാസ് ടു റിട്ടേൺ ഇറ്റ് വിത്തിൻ 10 daysനുള്ളിൽ. വാങ്ങിച്ചതിന് 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമുണ്ടെങ്കിൽ കൂടി ടെക്സ്റ്റൈൽ ഷോപ്പിന് അത് ബോദർ ചെയ്യുന്ന ഒരു കാര്യമല്ല. Textile shop will treat it as a normal sale. 10 ദിവസത്തിനകം വന്നിരുന്നെങ്കിൽ you could have returned it. If that time frame gets over or is completed, then even if you want to return it, you cannot. നിങ്ങൾക്ക് വേണേൽ റിട്ടേൺ ചെയ്യാം, പൈസ അതിന്റെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് നമ്മൾക്ക് എടുക്കാൻ പറ്റും. സോ ഈ എൻറ്റയർ പ്രോസസ് ആണ് സെയിൽ ഓഫ് ഗൂഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. സോ വാട്ട് ഈസ് റിട്ടേൺ ബേസിസ്? നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു കീപ് ഇറ്റ് within the time frame mentioned in our policy, you can return the product and maybe take another product or get back the cash. That depends on the seller. അത് വിൽക്കുന്ന ആൾക്കാരുടെ തീരുമാനമാണ് പൈസ ആയിട്ട് തിരിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് അതേ വിലയുള്ള നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാമോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. But that doesn't bother us. That doesn't bother this chapter. For us, you have to understand that this activity or this transaction or this type of sale is dependent on whether you get an approval from the customer or whether the customer returns it within the time frame. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് ആ ബിസിനസ്സിന് ഈ കുർത്ത വിറ്റത് ഒരു സെയിലാക്കി എഴുതണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. So return, and I hope you understood. Now what is approval? In this example നമ്മൾ പറഞ്ഞതുപോലെ തന്നെ approval need not be oral and specific. ഓറൽ ആകണമെന്നൊന്നുമില്ല. അതായത് തിരികെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ 10 ദിവസത്തിനകം ചെന്ന് ഞങ്ങൾക്ക് ഈ കുർത്ത ഇഷ്ടപ്പെട്ടു, ഞങ്ങളിത് എടുക്കുകയാണെന്ന് നമ്മൾ സ്പെസിഫിക്കലി ചെന്ന് ഓറലായിട്ട് പറയേണ്ട അല്ലെങ്കിൽ എഴുതി കൊടുക്കേണ്ട കാര്യം ഇല്ല. That is not necessary. It can also be a silent approval. എന്താണ് സൈലന്റ് അപ്രൂവൽ? ആ പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ ചെല്ലാതിരിക്കുന്ന സൈലന്റ് ആവുന്നത് തന്നെ എന്തായിട്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ട്രീറ്റ് ചെയ്യും? അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രൂവൽ ഓഫ് ദാറ്റ് പർച്ചേസ്ഡ് കുർത്ത ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ സെയിൽ വിൽ ബി ഫൈനലൈസ്ഡ് ഓർ കംപ്ലീറ്റ് ഇൻ ദ നോർമൽ സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ അതേ ടേംസിൽ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഐദർ ഇറ്റ് ഷുഡ് ബി അപ്രൂവ് ഓർ ഇറ്റ് ഷുഡ് ബി റിട്ടേൺ. റിട്ടേൺ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെയിൽ നടക്കുന്നുണ്ടോ നമ്മൾ നോക്കിയിരിക്കും.
ശ്രദ്ധിക്കണം. അപ്രൂവ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ ഒന്നെങ്കിൽ നേരിട്ട് വന്ന് നമ്മളോട് പറയുകയാണ്, ഇഫ് ഇറ്റ് ഈസ് ദർ, അങ്ങനെ പറയുകയാണെങ്കിൽ ആ അപ്രൂവൽ. അല്ല അവർ ടൈം ഫ്രെയിമിനുള്ളിൽ ഒന്നും പറയാതെ സൈലന്റ് ആയി തിരിക്കുന്നതും എന്തായിട്ട് നമ്മൾ എടുക്കും? അപ്രൂവൽ ആയിട്ട് തന്നെ എടുക്കും. So this is the concept of sale of goods on approval or return basis. This is generally done to enhance the sale of a certain product. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ കസ്റ്റമറിനെ ഒന്ന് നോക്കി അതിട്ടൊക്കെ നോക്കി താല്പര്യമാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതിന് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തെ സമയവും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കാരണം കസ്റ്റമേഴ്സ് ഓർ prospective customers will get attracted to such scheme. So adani sale of goods on approval or return basis in the history ennu parayam. And this you can find mostly in your e-commerce sites, Amazon, Flipkart. ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവിടെ നിന്ന് എന്ത് വാങ്ങിച്ചാലും അതിൽ റിട്ടേൺ പോളിസി കാണും അല്ലെ. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ വാങ്ങിച്ച സാധനം നിങ്ങളുടെ കയ്യിലെത്തി 7 ദിവസം, ജനറലി 7 ആണ് അവർ പറയുന്നത്, 7 അല്ലെങ്കിൽ 10 ദിവസം, ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാറ്റ്ഫോം അല്ലെ ഡിപ്പെൻഡ്സ് ഓൺ ദ സെല്ലർ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഒന്നെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് അതിന് പകരം എടുക്കാം, അല്ലെങ്കിലോ ആ പൈസ നിങ്ങളുടെ ആ ആമസോൺ ബാലൻസിലേക്ക് വന്ന് കിടക്കും, പിന്നെ എപ്പോഴേലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ജനറലി വർക്ക് ചെയ്യുന്നത് ഏത് മോഡലാണ്? സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. സോ നൗ വെൻ ഡസ് എ സെയിൽ of goods on approval or return basis actually become a sale? എപ്പോഴൊക്കെയാണ് ഒരു സെയിൽ ആയി കംപ്ലീറ്റ് ആവുന്നത്? Now ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ഫ്രം നമ്മളുടെ ഇൻഡിവിജ്വൽ ലൈഫിന്റെ പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. സോ നമ്മൾ ഒരിക്കലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഡയറക്റ്റ്ലി പോയി സമ്മതമാണ് ഞങ്ങൾക്ക് ഈ കുർത്ത ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പിന്നീട് ഒരിക്കലും പോയി പറഞ്ഞ് അപ്രൂവൽ വാങ്ങിക്കാൻ സാധ്യതയില്ല. പക്ഷേ when you talk about a business, you can have customers who deal with them on a regular basis. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്കീമിൽ ഗുഡ്സ് കൊടുക്കുന്നവർ ചിലപ്പോൾ തിരിച്ച് കമ്പനീനെ വിളിച്ച് പറഞ്ഞു തന്നിരിക്കാം, ഞങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടു, we are planning to keep it. So it can be either oral or written and also silent approval. Whatever be the case, it will turn out to be a sale. So when does ഈ സ്കീമിൽ കൊടുക്കുന്ന സാധനങ്ങൾ സെയിൽ ആയി മാറുന്നത്? When approval is given. Explicitly അവര് വിളിച്ചു പറയുകയാണ് അപ്രൂവൽ തന്നിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത്, അപ്രൂവൽ നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷേ the customer who's bought it do not return it within the time period or time frame mentioned in the return policy or mentioned in this scheme. 7 ദിവസത്തിനകം റിട്ടേൺ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ചെയ്യാനേ പോകുന്നില്ല. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ നോർമൽ സെയിൽ. ആൻഡ് വാട്ട് ഈസ് the third situation? The third situation is when this generally happens between a wholesaler and retailer model ആണ്. കൂടുതലും ഇങ്ങനെയുള്ള സെയിൽ ഓഫ് ഗൂഡ്സ് ആണ് ബിസിനസ് പെർസ്പെക്റ്റീവ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്, സോ അവിടെ ഒരു ബിസിനസ് അവരുടെ കസ്റ്റമറിലേക്ക് കൊടുക്കുന്നതിന് നമ്മൾക്ക് wholesaler and business is the wholesaler and customer എന്ന് പറഞ്ഞ റീറ്റെയിൽ എന്ന് പറയാം. സോ റീറ്റെയിലർ അൾട്ടിമേറ്റ്ലി ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്, ലെറ്റ് us take customer സീന, എബിൻ and so on, and so on. ഇങ്ങനെ പല ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിലേക്ക് ഈ റീറ്റെയിലർ സാധനങ്ങൾ വിൽക്കും. സോ ഹോൾസെയിലർ ആയിരിക്കും റീറ്റെയിലറിന് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിൽ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ റീറ്റെയിലറിന് എന്ത് ഓപ്ഷൻ ഉണ്ട്? ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സിന് എന്തൊക്കെ കാണിച്ചവർക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ഒന്ന് മാർക്കറ്റ് സ്റ്റഡി നടത്തുകയോ ഏതെങ്കിലും ഒരു മീൻസിൽ ഈ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നതാണോ നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ആ 7 ദിവസത്തിനുള്ളിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ തിരിച്ച് ഹോൾസെയിലറിന് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവൻ കൊടുത്തുവിടാം, അല്ലെങ്കിൽ ഇത് വിറ്റ് പോകുന്ന സാധനം എന്ന് മനസ്സിലാക്കിയാൽ മുഴുവൻ ആരുടെ കയ്യിൽ തന്നെ വെക്കാം? റീറ്റെയിലറിന്റെ കയ്യിൽ തന്നെ വെക്കാം. So third situation is wherein retailer doesn't give the approval to wholesaler.
ഈ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ അപ്രൂവൽ റിട്ടേൺ ബേസിസിൽ വിറ്റ ഹോൾസെയിലറിനോട് അപ്രൂവൽ കൊടുക്കുന്നില്ല. അതായത് അപ്രൂവൽ ഞാൻ തരികയാണ്, എനിക്ക് ഈ സാധനം വേണമെന്നുള്ള കാര്യം പറയുന്നില്ല. പിന്നെയോ 7 അല്ലെങ്കിൽ 10 ദിവസം ടൈം ഫ്രെയിം ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്യുകയോ റിട്ടേണിനോ പോകുന്നില്ല. Without doing any of this, if retailer sells it to a customer, imagine the retailer sells it to me, സീന എന്ന് പറയുന്ന കസ്റ്റമറിന് ആ സാധനം വിൽക്കുകയാണ്. റിട്ടേണും ചെയ്യുന്ന കാര്യം ഹോൾസെയിലറിനോട് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഹോൾസെയിലറിനോട് പറയാതെ റീറ്റെയിലറിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്കീമിൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് വിൽക്കാൻ തുടങ്ങുകയാണ് അയാൾ. അതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ആർക്ക് വിറ്റ് കഴിഞ്ഞു? സീനയ്ക്ക് വിറ്റ് കഴിഞ്ഞു. സീന എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കസ്റ്റമറിന് വിറ്റ് കഴിഞ്ഞാൽ then we can say that by transferring the title from retailer or from wholesaler initially to customer Seena, he or she has indirectly given his or her approval. ആ അപ്രൂവൽ അവര് തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അവർക്ക് ആ സാധനം എടുത്ത് വിൽക്കാൻ പറ്റിയത്. ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നെങ്കിൽ അവരത് എടുത്ത് വെക്കുമോ? ഇല്ല. So when they have sold the product to an outside customer, it indirectly says that he or she has already given his or her approval to this scheme. So അതാണ് മൂന്നാമത്തെ condition. When goods are being transferred or transfer of ownership happens, transfer of ownership happens on the goods without the approval being specifically intimated to the business. Business or before the expiry of time frame. Transfer of ownership നടക്കുകയാണ് അപ്രൂവൽ കൊടുക്കാതെ, അല്ലെങ്കിൽ ആ സമയപരിധി എത്താതെ. ഇനി നാലാമത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ നമ്മൾക്ക് ഈ ഒരു പോയിന്റ് മാത്രം എലാബറേറ്റ് ചെയ്ത് അഡീഷണൽ ഒരു സെയിലിന്റെ കണ്ടീഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. എക്സ്പയറി ഓഫ് ടൈം ഫ്രെയിം ഫോർ റിട്ടേൺ. റിട്ടേൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്ന തന്നിരിക്കുന്ന ആ സമയപരിധി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഈ സ്കീമിൽ കൊടുത്ത ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ് സെയിലിനെ ഒരു സാധാരണ സെയിൽ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. സോ ട്രീറ്റഡ് ആസ് എ നോർമൽ സെയിൽ. ഇത്രയും തിയറി ഒന്നും നിങ്ങൾ ടെൻഷനാണ്, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ജേർണൽ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് യു ഹാവ് ടു നോ ദ കണ്ടീഷൻസ്. മേ ബി വളരെ റയർ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ IMCQന്റെ ഭാഗമായിട്ട് ഇത് വന്നെന്നിരിക്കാം. But if you understood the concept of the sale of goods on approval or return basis, even though you don't know the points specific ആയിട്ട് point by point ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ വാക്കുകളിൽ ഇതിനെ ഫ്രെയിം ചെയ്യാവുന്നതാണ്. This is not the exact words given in the textbook, but the content is same. So once you know about this concept, you can frame your sentences accordingly. Sale എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് frame. Sorry, I have written normal laws. Treat it as a normal sale. Now, since we have understood what comprises of a sale under sale of goods on approval or return basis and what is the meaning of this type of special transaction, let's now move on to the most important part under this special type of sale, which is the accounting process that you should adopt under such sale transactions. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടിങ് രീതിയിലാണ് ഈ ഒരു ട്രാൻസാക്ഷനെ ബുക്സിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കണമെങ്കിൽ
ചെയ്യണമെങ്കിൽ first we have to identify how often does the business enter into such type of special sale transactions. ഈ അപ്രൂവൽ അല്ലെ റിട്ടേൺ ബേസിസിലുള്ള സെയിൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ബൈഫിക്കേഷൻ വരുന്നത് 3 തരത്തിലാണ്. One is casually, second is frequently, and numerously. So we will talk about all these 3 scenarios. Casually is such a situation wherein the business very rarely does this type of sale. That is sale on approval or return basis എന്ന് പറയുന്ന സെയിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ്. അതിനെയാണ് കാഷ്വലി എന്ന് പറയുന്നത്. അതായത് കാഷ്വലി കാറ്റഗറൈസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് frequently this type of sale transactions are done by the business എങ്കിൽ. അപ്പോൾ frequently എന്ന് വെച്ചാൽ വല്ലപ്പോഴുമല്ല, ഒരു ഫിക്സഡ് ബേസിസിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രീക്വൻസി കൂടുതലാണ് ചെയ്യുന്നതിൻ്റെ. കമ്പയർഡ് ടു കാഷ്വലി എങ്കിൽ you will categorize the business type as frequently doing these type of special sale transactions. And what is numerously? Obviously that is going to be wherein it is being done on a regular basis. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എപ്പോഴും ഒരു ബിസിനസ് ഫോളോ ചെയ്യുന്നത് ഈ സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിലുള്ള സെയിൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെയെല്ലാമാണ് നമ്മൾ ന്യൂമറസ്ലി എന്ന് പറയുന്നത്. ഈ ഫ്രീക്വന്റ്ലി ആൻഡ് ന്യൂമറസ്ലി ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രീക്വന്റ്ലി ഗ്യാപ്പ് കാണും, എന്നാലും അത്യാവശ്യം ഒരു വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി നടക്കുന്ന ടൈപ്പ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ. ന്യൂമറസ്ലി ആണെങ്കിലോ ബിസിനസ് മോസ്റ്റ്ലി ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഡെയിലിയോ അല്ലെങ്കിൽ ഡെയിലി തന്നെ എല്ലാ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് പാർട്ടിയായിട്ട് എപ്പോൾ ഡീൽ ചെയ്താലും സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ്. സോ ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺ എ റെഗുലർ ബേസിസ് ആൻഡ് ക്വിക്ലി ആൻഡ് ഓൾവേസ് ഓൺ, അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ദ ടൈം ഓൺ ഓൺലി ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ. അങ്ങനെയാണെങ്കിൽ we will categorize it under numerously എന്ന് പറയുന്ന category. Yeah. So now how are we going to account for these transactions when the business falls under doing sale transaction casually, frequently and numerously, and the sale on approval or return basis? അപ്പോൾ ഏറ്റവും ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ എടുക്കാം. when it is being done casually. Casually ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് വല്ലപ്പോഴും മാത്രം ഈ ഒരു ടൈപ്പ് ഓഫ് സെയിൽ നടക്കുന്ന ആളാണെങ്കിൽ യു വിൽ ട്രീറ്റ് ദിസ് ട്രാൻസാക്ഷൻ ആസ് എ നോർമൽ സെയിൽ ആൻഡ് റെക്കോർഡ് അപ്രോപ്രിയേറ്റ് ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കാനൊന്നുമില്ല. വി വിൽ ടേക്ക് അപ്പ് ദീസ് ജേർണൽ എൻട്രീസ് ഒന്നുകൂടെ നമുക്ക് പറയാം. പക്ഷെ ആ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാഷ്വലി ആണ് സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിലെങ്കിൽ ആ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ സാധാരണ ഒരു സെയിൽ പോലെ ട്രീറ്റ് ചെയ്തിട്ട് ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് അപ്രോപ്രിയേറ്റ് ജേർണൽ എൻട്രീസ്. The second one, if the business falls under the category of frequently doing sale on approval or return basis, you will have a sale on approval or return day book, which means you prepare a subsidiary book which will help you in preparing ledgers or take appropriate amounts into ledger later on. Now, why is subsidiary book being done? നമ്മൾ പറഞ്ഞു subsidiary book എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മേജർ നമ്മുടെ subsidiary books ഏതൊക്കെയാണ്, അല്ലെ പ്രൈമറി ബുക്സ് എന്ന് പറയുന്നത് purchases, sales book, sales return book, purchase return book, അല്ലെ bills exchange, bills receivable, bills payable, അങ്ങനെ ഫ്രീക്വൻ്റ്ലി ഓൾമോസ്റ്റ് റെഗുലർലി നടക്കുന്ന ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും, അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ബുക്ക് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടുന്ന് നമ്മൾ ടോട്ടൽസ് മാത്രം അപ്രോപ്രിയേറ്റ് ലെഡ്ജേഴ്സിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൈമറി ബുക്സ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കായ പർച്ചേസ് ബുക്കും പർച്ചേസ് റിട്ടേണും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. So when this happens
frequently. This type of sale happens frequently in a business. That means ഇവിടെയും വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു സെയിൽ ട്രാൻസാക്ഷൻ അല്ല, ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ്ലി ഒരു ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ പോസ്റ്റിങ്സ് നടത്താൻ പോകുന്നത് to appropriate ledgers later. Now what is numerously then? If a business generally does business in this type of sale transactions on a regular basis, we categorize that into numerously എന്ന് പറയുന്ന category. അപ്പോൾ അവിടെയാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിംഗ് പ്രോസസ്സോ how are we going to deal with? If it is under the category of numerously, you will have two set of accounting preparation, accounts preparation. What are those? One is you will have a sale on approval or return day book. അതോടൊപ്പം you will also have a sale on approval or return account or ledger. ഡേ ബുക്കും കാണും, അതേ പേരിലുള്ള ഒരു അക്കൗണ്ടും കാണും, ഒരു ലെഡ്ജറും കാണും. ഇത് രണ്ടും is not part of your main book. It is just separately kept, but also kept because your transactions are high in volume. അപ്പോൾ ഇതിന്റെ മേലൊരു ചെക്ക് വരണമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് അതൊന്ന് കാണണമെങ്കിലും നമ്മൾ സെപ്പറേറ്റ്ലി അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരണം. സാധാരണ ജേർണലിന്റെ കൂടെ കയറി പോയാൽ ഇറ്റ് മൈ ബി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ട്രേസ് ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ നടന്ന അല്ലെങ്കിൽ നേച്ചറിൽ നടന്ന സെയിൽ എത്രയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആൻഡ് വെൻ ദ വോള്യൂം ഈസ് ഹൈ ആൻഡ് ഓൺ എ റെഗുലർ ബേസിസ് you fall under this category wherein you prepare both a day book and also a ledger in similar name. ഇത് രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് മെമ്മോറാണ്ടം ബുക്സ്. Memorandum books because it is not something that is done on a regular basis. സാധാരണ ഒരു അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സോ അല്ലെങ്കിൽ അക്കൗണ്ടോ അല്ല ഇത് രണ്ടെണ്ണം. പകരം ഈ പെർട്ടിക്കുലർ സെയിൽ ട്രാൻസാക്ഷൻ വന്നത് വഴി അഡീഷണലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് സെറ്റ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെമ്മോറാണ്ടം ബുക്സ്. ഇറ്റ് ഈസ് അഡീഷണൽ ടു വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് ഓൺ എ ജനറൽ ഓർ റെഗുലർ basis. In exam point of view, you will have to learn about this. Casually വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിൽ അക്കൗണ്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നത്. ബാക്കി രണ്ടും നമ്മൾ തിയററ്റിക്കലി ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. So let us first deal with these two and then come to casually wherein we will have to solve problems also. So let us first take up frequently category നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. For that I am going to just open the study material of this chapter. അപ്പോൾ നിങ്ങൾ തിയററ്റിക്കലി ഈ രണ്ട് പോർഷൻസ് അറിഞ്ഞാൽ മതി, അതിൻ്റെ പ്രോബ്ലം ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും അവൈലബിൾ അല്ല. When the business sends goods frequently on sale or return basis. നമ്മൾ ഫ്രീക്വൻ്റ്ലി കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു വി ഡു നോട്ട് വി പ്രിപ്പയർ എ ഡേ ബുക്ക്. അതിൽ നിന്നാണ് നമ്മൾ പോസ്റ്റിങ്സ് ഒക്കെ നടത്തുന്നത്. കാരണം ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിനൊരു ജേർണൽ എഴുതുകയോ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈം ദിസ് ട്രാൻസാക്ഷൻ റിപ്പീറ്റ്സ് ഇസ് ക്വൈറ്റ് ഹ്യൂജ്. അപ്പം നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനു വേണ്ടി ഇതെല്ലാം കൺസൈസ് ചെയ്ത് നമ്മളൊരു ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് എൻട്രി. And that book is in this format. It will have 4 major columns. First one is goods sent on approval. നമ്മൾ എത്ര ഗുഡ്സ് ആണ് കൊടുത്തു വിട്ടത് ഈ പെർട്ടിക്കുലർ സെയിൽ ട്രാൻസാക്ഷന്റെ അടിയിൽ, അതാണ് ആദ്യം എഴുതുന്നത്. രണ്ടാമത്തേതോ ഇങ്ങനെ കൊടുത്തു വിട്ടത് കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിലർ നമ്മൾ ഈ ഓപ്ഷനിൽ കൊടുത്തു വിട്ടു, അവർ വേണ്ടാന്ന് പറഞ്ഞ് തിരികെ തന്നത് എത്രയുണ്ട്. That will be the second column.
Third column will be goods approved. അതായത് അവർ റിട്ടേൺ ചെയ്തില്ല, പകരം അപ്രൂവ് ചെയ്തു. ആ അപ്രൂവൽ സൈലന്റ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി തന്നത്, എങ്ങനെയാണെങ്കിലും അപ്രൂവൽ കിട്ടിയത്. അത് കഴിഞ്ഞ് ബാലൻസ്. അതായത് ഇമാജിൻ, ബാലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാം. ഇമാജിൻ ഐ ആം സെൻഡിങ് ഗൂഡ്സ് ഓൺ അപ്രൂവൽ ബേസിസ് ഓൺ October 1st October. Yeah? And I have sent goods stating that 7 months ആണ് ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ ഒന്നെങ്കിൽ അപ്രൂവൽ തരണം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒക്ടോബർ തൊട്ട് 7 മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അവസാനമാണ് ഐഡിയലി സ്പീക്കിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം തീരേണ്ടത്, അല്ലേ? അപ്പോൾ അതിനുള്ളിൽ എന്ന് വേണമെങ്കിലും അവർക്ക് പറയാം ഈ സാധനം എനിക്ക് വേണ്ടത്. Now imagine this business closes its books on every March 31st. മാർച്ച് 31-നാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നതെന്ന് വെക്കുക. അപ്പോൾ മാർച്ച് 31-ന് നിൽക്കുമ്പോൾ ഈ സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിൽ കൊടുത്തുവിട്ട ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ ശരിക്കും ഇനി ഒരു മാസം കൂടെ ബാക്കിയുണ്ട്, അല്ലേ? ആ ഒരു മാസം അയാൾ റിട്ടേൺ ചെയ്യത്തില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. He can return, he might not return. There are two options. Either he can return it or not return it also, അല്ലേ? അപ്പോൾ അയാൾ റിട്ടേൺ എങ്ങാനും ചെയ്താലോ? So therefore it means that you will have to take into account ലാബ്സ് ആവാത്ത ആ ടൈം ഫ്രെയിമിന്റെ കാര്യം കൂടെ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ എഴുതണം. അപ്പോൾ ഈ ബാക്കി ഒരു മാസത്തെ അക്കൗണ്ടിങ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? We will say it as the balance goods of mine which are still lying with the retailer or customer to whom I have sold on sale on approval or return basis. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഞാൻ 31 മാർച്ചിന് ട്രീറ്റ് ചെയ്താൽ അതിനെയാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു മാസം ഒന്നെങ്കിൽ അയാൾക്കത് സെയിലായിട്ട് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിലോ അയാൾക്കത് തിരികെ തരാം. അപ്പോൾ ആ ബാലൻസ് കിടക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ബാലൻസ് ടൈം മാത്രമല്ല, ബാക്കി വരുന്ന ഗുഡ്സ് ബേസിസിലും. ഇപ്പോൾ കുറച്ച് ഗുഡ്സ് കൊടുത്തു വിട്ടു, 1000 യൂണിറ്റ്സ് കൊടുത്തു വിട്ടതിൽ 7 മാസം ടൈം ഫ്രെയിം തീരാനുണ്ട്. അതിൽ 600 എണ്ണം അയാൾ അപ്രൂവൽ തന്നു, ബാക്കി 400 എണ്ണത്തിന് അപ്രൂവൽ തരാനുണ്ടെങ്കിൽ ആ നമ്പറും ഏതിനുള്ളിൽ വരും? ഈ ബാലൻസിനുള്ളിൽ വരും. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഐദർ അപ്രൂവൽ ഒന്നും കിട്ടാതെ കുറച്ച് യൂണിറ്റ് ആവാം, അല്ലെങ്കിലോ മുഴുവൻ യൂണിറ്റിന്റെ ടൈം ഫ്രെയിം എക്സ്പയർ ആവാത്തതും എന്ത് വേണമെങ്കിലും ആവാം. അതെല്ലാം കൂടെയുള്ള ഒരു കോമ്പിനേഷനിൽ കിടക്കുന്നതാണ് ഈ ബാലൻസ് എന്ന് പറയുന്നത്. സോ ഗുഡ്സ് ആർ സെന്റ് ഓൺ അപ്രൂവൽ, ഗുഡ്സ് റിട്ടേൺ, ഗുഡ്സ് അപ്രൂവ്ഡ് ആൻഡ് ബാലൻസ്. ഇനി ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവൽ, ആദ്യത്തെ 3 കോളത്തിന് അഗൈൻ അതിന്റെ ഉള്ളിൽ 4 സബ് കോളംസ് കാണും, വെച്ചാൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഫോളിയോ ആൻഡ് എമൗണ്ട്. ഫോളിയോ ഒന്നുമില്ല, ഇത് ലെഡ്ജറിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന പേജ് നമ്പറിന്റെ റെഫറൻസ്. നമ്മൾ ജേർണൽസിലും ലെഡ്ജറിലും പഠിച്ച ജേർണൽ ഫോളിയോ ആൻഡ് ലെഡ്ജർ ഫോളിയോ, LF and JF, അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ഫോളിയോ. ആൻഡ് ഫൈനലി ദ എമൗണ്ട്. സോ ദിസ് 4 sub columns are going to be repeated in all the main 3 columns: goods sent on approval, goods returned and goods approved. Now how are we going to record എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല, ഇതിന്റെയൊക്കെ എഫക്റ്റ് എങ്ങനെയാണ് നമ്മൾ ബുക്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് മാത്രം ചെറിയൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വി വിൽ ജസ്റ്റ് take up now. ഇനി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ എ ഡേ ബുക്ക് എന്നല്ലേ, ഒരു സബ്സിഡിയറി ബുക്ക് ഉണ്ടാക്കി അതിനകത്താണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത്. സോ വെൻ ഗൂഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് സാധനങ്ങൾ ഈ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിൽ കൊടുത്തു വിടുമ്പോൾ നമ്മളത് എവിടെ റെക്കോർഡ് ചെയ്യും? ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവലിന്റെ ഈ ഫസ്റ്റ് കോളത്തിനുള്ളിൽ ഡേറ്റ് എഴുതും, പർട്ടിക്കുലേഴ്സ് എഴുതി, പാർട്ടിയുടെ പേരൊക്കെ എഴുതി, എമൗണ്ട് എഴുതും. ഇവിടെ എമൗണ്ട് എഴുതുന്നത് ഏത് പ്രൈസിനാണ് നമ്മൾ കൊടുത്തു വിടുന്നത്? സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അയാൾ വേണോ വേണ്ടയോ എന്നുള്ളത് പിന്നീട് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ആ സെല്ലിംഗ് പ്രൈസിനായിരിക്കും. ഈ സെല്ലിംഗ് പ്രൈസ് എങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഈ സെയിൽ പ്രൈസ് നമ്മൾ ഏത് പാർട്ടിക്കാണ് ഇങ്ങനെ കൊടുത്തു വിട്ടാന്ന് പറയുന്നുണ്ട്, അല്ലെ? ആ പാർട്ടിയുടെ ഡെബിറ്റ് സൈഡിലേക്ക് എന്ത് പോകും? എമൗണ്ട് ഷുഡ് ഗോ, ബിക്കോസ് he will become my debtor, അല്ലെ? പക്ഷേ it is not going to his customer account, it is going to not the normal customer account, but it is going to the customer account under goods on approval ledger. Yeah,
We need not learn about this in detail, but anyway, just quickly. Goods on approval ഒരു ledger കാണും. അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഡിവിജ്വൽ കസ്റ്റമർ അക്കൗണ്ടിനുള്ളിലേക്ക് അതിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എന്ത് പോകും? ആ സെയിൽ പ്രൈസ് പോകും. അതോടൊപ്പം ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് സെയിലും പോകും. അതായത് ഡെബിറ്റിൽ വരുന്നത് നമ്മൾ സാധാരണ ഒരു സെയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ എന്ന് റെക്കോർഡ് ചെയ്യുന്ന പോലെ ആ ഡെറ്റേഴ്സിന്റെ ഡെബിറ്റ് ആ ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിനുള്ളിൽ കിടക്കുന്ന കസ്റ്റമറിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോകും. സെയിലിന്റെ വർത്തുള്ള എമൗണ്ട് ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിന്റെ ക്രെഡിറ്റ്സിലേക്ക് പോകും. അതായത് സെയിൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് പോകില്ല, ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിലേക്ക് പോകും. ഇനി എന്തെങ്കിലും ഗുഡ്സ് തിരിച്ചു തരികയാണെങ്കിലോ ദാറ്റ് വിൽ ഫസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ സെക്കൻഡ് കോളം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എൻട്രി ചെയ്യുന്ന പോലെ സെക്കൻഡ് കോളത്തിൽ എൻട്രി ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ എൻട്രി ചെയ്ത എമൗണ്ട് ഒക്കെ ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തതുപോലെ തന്നെ അതേ ലെഡ്ജറിൽ ഓപ്പോസിറ്റ് എഫക്റ്റിൽ നമ്മൾ എന്ത് കാണിക്കും? ഗുഡ്സ് റിട്ടേൺഡ് കാണിക്കും. That is when goods were sent, debit side നമ്മൾ ഇൻക്രീസ് ചെയ്തു, ക്രെഡിറ്റ് സൈഡും ഇൻക്രീസ് ചെയ്തു. ഗുഡ്സ് തിരിച്ചു വരുമ്പോഴോ ആ ഡെറ്ററിന്റെ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ഡെബിറ്റ് സൈഡ് കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യും. ആൻഡ് ഈ സെയിലിന് പകരം എഴുതിയ ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിന്റെ ക്രെഡിറ്റിൽ കിടക്കുന്നത് കുറയ്ക്കാൻ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. That is mentioned in first two points. And if the goods are retained by customer, അതായത് ഗുഡ്സ് കസ്റ്റമർ സമ്മതിച്ചു അത് വാങ്ങിക്കാൻ, അപ്പൊ അത് എവിടെ കിടക്കും? ഗുഡ്സ് അപ്രൂവ്ഡിനുള്ളിൽ കിടക്കുകയാണെന്ന് വെക്കുക, അയാൾ സമ്മതിച്ചതൊക്കെ. അപ്പൊ ആ ഗുഡ്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ഈ ലൈൻ ഐറ്റത്തിൽ എഴുതിയിട്ട് ദാറ്റ് വി വിൽ ട്രീറ്റ് ആസ് എ നോർമൽ സെയിൽ. സാധാരണ ഒരു സെയിൽ പോലെ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. ഏതിനെ ട്രീറ്റ് ചെയ്യണം? ഗുഡ്സ് അപ്രൂവ്ഡ് ലിസ്റ്റിനകത്ത് നമ്മൾ എഴുതുന്ന ലൈൻ ഐറ്റംസിനെ. കാരണം അത് സെയിലായി അവർ അംഗീകരിച്ചതാണ്. അപ്പോൾ ഗുഡ്സ് ഓൺ അപ്രൂവൽ ലെഡ്ജറിലാണ് ഇത്രയും നേരം നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത് ഇതുവരെയും സെയിലായില്ലായിരുന്നു. തേർഡ് കോളത്തിൽ വന്നു കഴിയുമ്പോൾ അത് സെയിലായിട്ട് അപ്രൂവ് ആയ സ്ഥിതിക്ക് ആദ്യമേ എന്ത് ചെയ്യണം? ഈ ലെഡ്ജറിൽ നിന്ന് അതിനെ എടുത്തു മാറ്റണം. എവിടെ നിന്നൊക്കെ എടുത്തു മാറ്റണം? ഈ ലെഡ്ജറിനുള്ളിൽ കിടക്കുന്ന ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മാറ്റണം. അതേപോലെ ഈ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും എടുത്ത് മാറ്റണം. First step is that. Then where should you record it? Then you have to record as a normal sale in our normal book. സാധാരണ എന്റെ ഡെറ്റേഴ്സ് സെയിലിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ അപ്രൂവൽ കിട്ടിയ സെയിൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും. And finally, you have balance which are not yet returned or not yet sold. അവരുടെ കയ്യിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് ഇനിയും വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ തിരിച്ചു കിട്ടാം. അതിനെ നമ്മൾ we will say it as our goods. The balance will be treated as stock lying with our customer. അതായത് നമ്മളുടെ സ്റ്റോക്ക്, ബിസിനസിന്റെ സ്റ്റോക്ക് ഞാൻ വിറ്റ ഈ സെയിൽ ഓൺ അപ്രൂവൽ റിട്ടേൺ ബേസിസിൽ വിറ്റ ആളുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ ഇതിനെ റെക്കോർഡ് ചെയ്യും. പക്ഷെ ബാലൻസ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എല്ലാം സെല്ലിംഗ് പ്രൈസിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബാലൻസ് വരുന്നതും ഏത് പ്രൈസിലായിരിക്കും? സെല്ലിംഗ് പ്രൈസിലായിരിക്കും. പക്ഷെ വെൻ യു ടേം ഇറ്റ് ആസ് എ സ്റ്റോക്ക് ഓർ ഇൻവെന്ററി ലൈയിങ് വിത്ത് യുവർ കസ്റ്റമർ, നിങ്ങളുടെ കയ്യിലല്ല എന്ന് മാത്രമേ, നിങ്ങളുടെ കസ്റ്റമറിന്റെ ഗോഡൌണിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള സ്റ്റോക്ക്. So when it is now termed as a stock will always be valued at, last class il padichana, cost price or NRV, whichever is less alle. Appo assume that namalku NRV illa ennallu. Appo anganeyanengil we will convert a balance il kedakkunna quantity adu thanne, പക്ഷെ ആ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എടുത്ത് എങ്ങോട്ടേക്ക് നമ്മൾ മാറ്റണം? കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റി ആ കോസ്റ്റ് പ്രൈസിൽ കിടക്കുന്ന സ്റ്റോക്കിനെ you will add it or show it along with your other inventory, അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ നമ്മൾ ഇതിനെ ചേർക്കും. So that is the treatment of balance column. ഇനി ഇതിൽ കൂടുതൽ പ്രസന്റേഷനെ കുറിച്ചൊന്നും നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ എൻട്രി ആണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. യു ക്യാൻ ജസ്റ്റ് go through it. നമ്മളിപ്പോൾ പറഞ്ഞതാണ് at the time of approval, the third കോളത്തിൽ വന്ന അപ്രൂവൽ കിട്ടിയതാണെങ്കിൽ you will now term it as a
sale. അപ്പോൾ debtors account debit to sales എന്ന് കാണിക്കും. And the time of preparing final accounts and adjustment entry is required for balance goods, which is as follows. അതായത് goods with customer or sale or return അക്കൗണ്ടിൽ കിടക്കുകയാണ്. അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് മാറ്റും. ഈ ട്രേഡിങ്ങിലേക്ക് മാറ്റുന്ന പോർഷൻ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പറയുമ്പോൾ we will say again or discuss again. That is why I'm not going to go into this journal entry now. But concept is same. Stock lying with customer ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ this stock gets added to your closing stock in your hand. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കിന്റെ കൂടെ നിങ്ങളുടെ സ്റ്റോക്ക് മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതും കൂടെ ചേർത്തായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. So that is the treatment of balance. So I hope that is clear. Now numerously record ചെയ്യുന്നതാണെങ്കിൽ if you will have two set of books to maintain. One is a book, day book, and other is a ledger. അല്ലേ? ആ ലെഡ്ജറിനകത്ത് you will have കസ്റ്റമറിന്റെ അക്കൗണ്ടും കാണും, സെയിൽ ഓർ റിട്ടേൺ എന്ന് പറയുന്ന അക്കൗണ്ടും കാണും ടോട്ടൽ ആയിട്ട്. ഇത് രണ്ടിനെയും കൂടി ചേർത്താണ് നമ്മൾ മെമ്മറാൻഡം ബുക്സ് എന്ന് പറയുന്നത്. Now how are you going to treat it here also? സാധനം ഗുഡ്സ് കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ അത് എങ്ങോട്ടേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും? ആദ്യമേ ഡേ ബുക്കിൽ കാണിക്കും. അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഡേ ബുക്ക് മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, സെയിൽ ഓർ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ലെഡ്ജറും കൂടെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ? അപ്പോൾ ഡേ ബുക്കിൽ എഴുതും, അതോടൊപ്പം ഇമ്മീഡിയറ്റ്ലി എങ്ങോട്ട് എഴുതും? ആ ലെഡ്ജറിലേക്കും നമ്മൾ റെക്കോർഡ് ചെയ്യും. All the customers are individually debited and the sale or return account is credited with the total. അത് പീരിയോഡിക് ടോട്ടൽ ആവാം, ഒന്നെങ്കിൽ ഡെയിലി ടോട്ടൽസ് എടുക്കാം, അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ്ലി എടുക്കാം, വീക്ക്ലി എടുക്കാം, whatever be the policy followed by the business. ഇനി ഗുഡ്സ് തിരികെ വരുമ്പോഴോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ്. എന്താണ് ഇതിന്റെ നേരെ? സെയിൽ ഓർ റിട്ടേണിൽ റിവേഴ്സൽ കാണിക്കും, സെയിൽ ഓർ അപ്രൂവൽ ഓർ റിട്ടേൺ അക്കൗണ്ടിലും റിവേഴ്സൽ കാണിക്കും, അതിന്റെ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ അക്കൗണ്ടിലും റിവേഴ്സൽ കാണിക്കും. And finally നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിയുമ്പോൾ, സെയിം ട്രീറ്റ്മെന്റ് ലൈക്ക് ദി പ്രീവിയസ് വൺ, അക്സെപ്റ്റൻസ് കിട്ടിക്കഴിയുമ്പോൾ വാട്ട് യു വിൽ ഡു? ഈ സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. ഇതിനു മുൻപ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ അക്കൗണ്ട് ആണ്. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് എ ഫൈനൽ സെയിൽ യു ഡു നോട്ട് ഹാവ് ദിസ് added extension towards this name. നിങ്ങൾക്ക് സെയിൽ എന്ന് പറയുന്ന ഒറ്റൊരു ലെഡ്ജറേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പേരേ ഉള്ളൂ, സെയിൽ അക്കൗണ്ട്. ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ എന്നുള്ള കണ്ടീഷൻസ് ഒന്നും അതിനെ ബാധിക്കുന്നില്ല. സോ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയിടണം. വെൻ അപ്രൂവൽ ഇസ് റിസീവ്, സെയിൽ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് സെയിൽ അക്കൗണ്ടിലേക്ക് മാറ്റുക. സെയിം വേ. സോ ഇൻ മെമ്മറാൻഡം സെയിൽ ഓർ റിട്ടേൺ ലെഡ്ജർ, സെയിൽ ഓർ റിട്ടേൺ ഇത് റിവേഴ്സലിനെ കുറിച്ചാണ്. സോ വൺസ് സെയിൽ ഇസ് കംപ്ലീറ്റ് you will reverse, ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും സെയിൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം ടു ഈ ഫ്രീക്വന്റ്ലി ആൻഡ് ന്യൂമറസ്ലി, രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ കുറച്ചും കൂടെ ആ ലെഡ്ജറിന് പേരുണ്ട്, ഇവിടെ ഗുഡ്സ് എൻട്രി ഓൺ അപ്രൂവൽ അല്ലെങ്കിൽ റിട്ടേൺ എന്ന് നമ്മൾ ഒരു അഡീഷണൽ ലെഡ്ജർ ഓപ്പൺ ചെയ്യുന്നത് പോലെ. രണ്ടും ഹെഡിങ്ങിലുള്ള പേര് വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം കൈൻഡ് ഓഫ് സിമിലർ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് രണ്ടിലും ചെയ്യുന്നത്. But that I would want you to just go ahead and read about it, because exam point of view theory ആയിട്ട് ചോദിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ കവേർഡ് ആയിട്ടുള്ളത് അല്ല. So when you get time you can go ahead and read this. And ഇവിടെയും at the end closing stock, അതായത് കസ്റ്റമറിന് വിൽക്കാൻ പറ്റിയില്ല അല്ലെ, അപ്രൂവൽ കൊടുക്കാത്ത ഇനിയും സാധനങ്ങളെല്ലാം റിട്ടേൺ ചെയ്യാത്തത് ഇനിയും കിടപ്പുണ്ടെങ്കിൽ that will be treated as inventory or stock lying with my customer by the ബിസിനസ്. അപ്പൊ എന്റെ സ്റ്റോക്ക് മറ്റൊരാളുടെ കയ്യിലായിട്ട് കിടക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും സ്റ്റോക്ക് ആണോ, ഇറ്റ് ഹാസ് ടു ബി വാല്യൂഡ് കോസ്റ്റ് ഓർ NRV whichever is less, which you have learned in previous class. സോ ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഫർദർ ചാപ്റ്റേഴ്സിലൊക്കെ വരാൻ പോകണം. സോ എപ്പോഴും ആ ബേസിക്സ് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. So I know we haven't gone in detail in these two aspects as frequently and numerously because that is not required. What is required is for you to learn how to account when goods are casually sent on sale or return basis. So let us take up that in detail. Casually നമ്മൾ പറഞ്ഞു നോർമൽ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏരിയ.
So what happens, or how are we going to account it? Sale on approval or goods return basis ആണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന അന്നത്തെ ദിവസം നമ്മളത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സാധാരണ ഒരു സെയിൽ പോലെ ട്രീറ്റ് ചെയ്യും. പക്ഷെ കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ വിൽക്കുന്നത്, എന്നാലും നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ നേരത്തെ നോർമൽ ഒരു സെയിൽ പോലെ ട്രീറ്റ് ചെയ്യും. അപ്പൊ എൻട്രി എന്താണ്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ, ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇമാജിൻ നമ്മൾ എൻട്രി എഴുതിയിരിക്കുന്ന സാധാരണ സെയിൽ പോലെയാണ്. നമ്മൾക്കറിയാം അതിനൊരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്താണ് കൊടുത്തത്, അവർക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇമാജിൻ ദേ പ്ലാൻ ടു റിട്ടേൺ ഇറ്റ്, കുറച്ചെങ്കിലും റിട്ടേൺ ചെയ്താലും മുഴുവൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എൻട്രി എന്ത് ചെയ്യും? കൊടുത്തു വിടുമ്പോൾ ഇതാണ് എൻട്രി എങ്കിൽ തിരിച്ചു തരുമ്പോഴോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണിക്കും. വാട്ട് വിൽ ബി റിട്ടേൺ ഇൻ ദ എൻട്രി? സെയിൽസിനെ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തതിനെ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക, ഓൾറെഡി ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. Yeah. Goods are rejected or within the specified time. When goods are accepted at invoice price, അതായത് നമ്മൾ കണ്ടീഷനോട് കൂടിയാണ് കൊടുത്തുവിട്ടത് അല്ലെ, ആ കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ കണ്ടീഷൻ അവർ സമ്മതിച്ചു, അപ്രൂവൽ തന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കൊടുത്തു വിടുന്നത് ഒക്ടോബർ 1-നാണ്, അപ്രൂവൽ കിട്ടുന്നത് ഒക്ടോബർ 10-നാണെന്ന് വെക്കുക. പക്ഷെ നമ്മൾ ഈ സാധനം കൊടുത്തു വിട്ടപ്പോൾ തന്നെ നമ്മൾ എന്തായിട്ട് അതിനെ റെക്കോർഡ് ചെയ്തു? സെയിലായിട്ട് റെക്കോർഡ് ചെയ്തു. സോ അപ്രൂവൽ ഒക്ടോബർ 10-നാണ് കിട്ടുന്നതെങ്കിലും ഒക്ടോബർ 10-ന് ഒരു ജേർണൽ എൻട്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഓൾറെഡി അപ്രൂവൽ കിട്ടിയാൽ എഴുതേണ്ട എൻട്രി നമ്മൾ കൊടുത്തു വിട്ടപ്പോൾ തന്നെ ഒരു സാധാരണ സെയിൽ പോലെ ട്രീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തതാണ്. സോ therefore no entry when approval is received, because that has already been recorded. When goods are accepted at a higher price and lower price, ഇത് ഓരോ സിറ്റുവേഷൻ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് നിങ്ങൾ കൊടുത്തുവിട്ട പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിനാണ് ഗുഡ്സ് അക്സെപ്റ്റൻസ് നടത്തിയിരിക്കുന്നത്, ദാറ്റ് വിൽ ബി പ്രാക്ടിക്കൽ വേൾഡിന്റെ. പക്ഷെ അങ്ങനെയാണ് നടന്നിരിക്കുന്നതെങ്കിലും വിചാരിക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. വേറെ നിങ്ങൾ കൊടുത്തു വിടുന്നത് 110 rupees വർത്തായിട്ടാണ്, പക്ഷെ കസ്റ്റമർ ദേ ഹാവ് അക്സെപ്റ്റഡ് അറ്റ് some reason they have accepted the sale at 120 എന്ന് വിചാരിക്കാം. But when you have recorded the transaction, you have recorded the sale at only 110. പക്ഷെ അയാൾ പറഞ്ഞു 120-ക്കാണ് ഞാൻ അക്സെപ്റ്റൻസ് തരുന്നതെന്ന് വിചാരിക്കാം. കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ഇപ്പോഴൊന്നും പഠിക്കേണ്ട കാര്യമില്ല. But if it is being accepted at 120 rupees, which means you have actually done the sale at 120. പക്ഷെ എത്ര എഴുതിയിട്ടുള്ളൂ? 110 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾ എഴുതും. എന്ത് എഴുതും? സെയിം എൻട്രി, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എത്ര എഴുതിയാൽ മതി? 10 രൂപ. അപ്പം ഓൾറെഡി 110 എഴുതി, ഇപ്പൊ 10 രൂപ കൂടെ എഴുതി 120. ഇനി നമ്മൾ 110-നാണ് അയാൾക്ക് കൊടുത്തു വിടുന്നത്. അയാൾ പറയുകയാണ് സമ്മതിക്കാം, പക്ഷെ 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഈ സെയിൽ സമ്മതിക്കുള്ളൂ. Then what happens? You have already recorded sale for 110. You have to now bring it down to 100. What you should do? You should do the opposite. സെയിലിനെ ഡെബിറ്റ് ചെയ്യണം 10 രൂപ വെച്ച്, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യണം 10 രൂപ വെച്ച്. അങ്ങനെ എൻട്രി നെറ്റ് എഫക്റ്റ് എന്തായി മാറും? ഡെറ്റേഴ്സ് ഡെബിറ്റഡ് അറ്റ് 100 ആൻഡ് സെയിൽ ക്രെഡിറ്റഡ് 100 എന്നുള്ള എൻട്രി വരും. സോ ഈ രണ്ട് എൻട്രി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾക്ക് തനിയെ റെക്കോർഡ് ചെയ്യാവുന്നുള്ളൂ. ജേർണൽ എൻട്രി ആയിട്ട് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. When situation comes, apply your mind and logic and you can work it out. Yeah? And finally, this is the most important one. When the goods at the year end are still lying with customer and ആ സമയം കഴിഞ്ഞിട്ടില്ല, അതായത് അവർ അപ്രൂവൽ തരേണ്ടതോ ടൈം ലിമിറ്റ് അപ്രൂവൽ തരേണ്ട അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട റിജക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ല എന്ന് വെക്കുക. കഴിഞ്ഞിട്ടില്ലെങ്കിൽ you cannot say that sale has been completed. Imagine ഈ ഒരു സെയിൽ തന്നെ നമ്മൾ ഒക്ടോബർ 1-ന് അയച്ചു 110 രൂപയ്ക്ക്, 31 മാർച്ച് ആയിട്ടും അതിന്റെ എക്സ്പയറി ആയില്ല, അതായത് നമ്മൾ കൊടുത്ത സമയപരിധി തീർന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ you cannot say that sale has taken place. അവർ സമ്മതിച്ചിട്ടില്ല. അടുത്ത മാസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. So what should be the first step that you should do?
ഓൾറെഡി റെക്കോർഡ് ചെയ്ത സെയിൽ 31 മാർച്ചിന് സെയിൽ ആയില്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സെയിലായിട്ട് റെക്കോർഡ് ചെയ്തതിന് റിവേഴ്സ് ചെയ്യണം. ഹൗ വിൽ യു റിവേഴ്സ് ഇറ്റ്? സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുക, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. സോ വാട്ട് ഹാവ് യു ഡൺ? You have now reversed the sale that you have originally recorded. Sale ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചത് 31 മാർച്ച് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തപ്പോൾ സെയിൽ ആയില്ല. Therefore, you have reversed the effect of that sale. Now, what should be the next step? Next step is that അത് journal entry ഞാൻ ഇപ്പോൾ പറയുന്നില്ല. Next step is that these stock physically നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയോ? 110 രൂപ നമ്മൾ വിലയാണ് നിശ്ചയിച്ചത്. ഇമാജിൻ 10 യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തു വിട്ടതെന്ന് വെക്കാം. 10 യൂണിറ്റ് ആണ് കൊടുത്തു വിട്ടത് അല്ലേ? ഇനി ഇൻവെന്ററി ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യം നോക്കാം. 31 മാർച്ച് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്കലി പോയി സ്റ്റോക്ക് എണ്ണി നോക്കാൻ ശ്രമിക്കും അല്ലേ? എണ്ണി നോക്കി എത്രയാണോ എൻ്റെ സ്റ്റോക്ക് അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ NRV കമ്പയർ ചെയ്ത് ആ പ്രൈസിലായിരിക്കും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ പറയാൻ പോകും. ബട്ട് 10 യൂണിറ്റ് ഞാൻ ഒക്ടോബർ 1 എൻ്റെ ഗോഡൗണിൽ നിന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ 31 മാർച്ചിന് തിരികെ വന്നിട്ടില്ല, കസ്റ്റമറിന്റെ കയ്യിൽ തന്നെ ഇരിക്കാം. Will it be included in the stock which I have physically counted? No, it is not included because എൻ്റെ ഗോഡൗണിൽ ഇല്ല. പക്ഷെ അതെന്റെ സ്റ്റോക്ക് ആണോ? അതെ, കാരണം അത് ഇതുവരെയും വിറ്റ് പോയിട്ടില്ല. എൻ്റെ സാധനം ഞാൻ മറ്റൊരാൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കൊടുത്തതുപോലെ മാത്രമേ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ് ദ ഇയർ എൻഡ് ഇസ് that when a sale on approval or return basis complete ആയിട്ടില്ലെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം? ഇനീഷ്യലി റെക്കോർഡ് ചെയ്ത സെയിലിന് റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് എന്താണ്? ഫിസിക്കലി എൻ്റെ കയ്യിൽ സാധനങ്ങൾ എണ്ണുമ്പോൾ ഇല്ലാതെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, ഈ കൊടുത്തിട്ട സ്റ്റോക്ക് അല്ലേ? ദാറ്റ് ഈവൻ ദോ ഫിസിക്കലി യു ഡോണ്ട് ഹാവ് ഇറ്റ്, ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി യുവർ സ്റ്റോക്ക് ബിക്കോസ് യു ഓൺ ഇറ്റ്. അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണുള്ളത് ഓൺ 31st മാർച്ച്. സോ therefore ആ കൊടുത്തുവിട്ട യൂണിറ്റ്സ് ഷുഡ് ബിക്കം പാർട്ട് ഓഫ് യുവർ ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ആൻഡ് therefore ഈ കൊടുത്തുവിട്ട സാധനത്തിന് നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. But not as a normal closing stock lying with yourself, but those closing stock that are lying with your customer. നിങ്ങളുടെ കസ്റ്റമറിന്റെ ഗോഡൗണിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആൻഡ് വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റോക്ക് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV whichever is less. ആ ബേസിക്സ് ഒരിക്കലും മാറില്ല. So once you find out how much of the stock or how much is the quantity lying with my customer, then you have to value it based on this valuation principle, and then you have to add it along with the stock you have in your godown. അപ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ ബുക്സിൽ അല്ലെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ അവസാനം കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഗോഡൗണിൽ ഇൻ അവർ ഓൺ ഗോഡൗണിൽ ഇരിക്കുന്ന സാധനങ്ങളും പ്ലസ് സ്റ്റോക്ക് ലൈങ് വിത്ത് കസ്റ്റമർ, ഇത് രണ്ടിന്മേലുമുള്ള അവകാശം നിങ്ങൾക്കാണ്. സോ ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും ബിസിനസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ 31st മാർച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോർഷനാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കാരണം എക്സാമിന് ഇതാണ് വരാൻ പോകുന്നതും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദിസ് ചാപ്റ്ററിന്റെ ഇംപ്ലിക്കേഷൻ ഒന്നും ഇവിടെ കൊണ്ട് തീരില്ല. ഇന്റർ ഫൈനൽ ഒക്കെ നിങ്ങൾ ഇങ്ങനത്തെ എൻട്രീസ് ഈ ഫുൾ ഫ്ലെഡ്ജ് എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കാണില്ലെങ്കിലും ഇതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയണം. കാരണം ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് വന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ട പല എൻട്രീസും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽസും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നേരിടാവുന്നതാണ്. സോ അവിടെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ കാഷ്വലി ആയിട്ടുള്ള സെയിൽ ഓൺ റിട്ടേൺ ഓർ അപ്രൂവൽ ബേസിസ് ആയിട്ടായിരിക്കും. ഒരിക്കലും ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ ന്യൂമറസ്ലി കാറ്റഗറിയിൽ നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ലെവൽസിലൊന്നും പഠിക്കാനില്ല. എല്ലാം കാഷ്വലി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദി തിയറി ഈസ് ക്ലിയർ ടു യു. ഇത്രയും ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. നൗ ലെറ്റ് us take a few examples or illustration. Yeah, and since ഈ last entry
ഫൈനാൻഷ്യൽസിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. പക്ഷെ ഇവിടെ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം ഫുൾ മാർക്ക് വരുന്നത് ലാസ്റ്റ് ഒരു ആ ഇൻവെൻട്രിയുടെ എൻട്രിയും കൂടെ വരുമ്പോഴാണ്. അതുകൊണ്ട് ഐ എം ജസ്റ്റ് ക്വിക്ലി ഗോയിങ് ടു സേ ദാറ്റ് എൻട്രി along with this reversal of sale ന്റെ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഒരു എൻട്രിയും കൂടെ ഉണ്ട്, വിച്ച് ഇസ് ഈ സ്റ്റോക്ക് ആയിട്ട് എൻ്റെ കസ്റ്റമറിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു എൻട്രി എങ്ങനെ റെക്കോർഡ് ചെയ്യും. യു വിൽ റെക്കോർഡ് ഇറ്റ് ആസ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. തൽക്കാലം നിങ്ങൾ എൻട്രി ഒന്ന് പഠിച്ചാൽ മതി. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുമ്പോൾ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾക്ക് അന്ന് ഡീറ്റെയിലി പറയാം. സോ ഒരു എൻട്രിയും കൂടെ ഓർക്കുക. ഈ എൻട്രി ഏതാണ്? നമ്മൾ കസ്റ്റമറിന്റെ കയ്യിലിരിക്കുന്നതിന്റെ വാല്യുവേഷൻ എടുക്കുമെന്ന് പറഞ്ഞത്. ആ വാല്യൂ നിശ്ചയിച്ച് കഴിയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എൻട്രിയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. പ്ലീസ് റിമെമ്പർ ദിസ് എൻട്രി ഓൾസോ ഫോർ ദിസ് ചാപ്റ്റർ. റൈറ്റ് നൗ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺസെപ്റ്റ് ഈ ഒരു പോർഷൻ മനസ്സിലായില്ലെങ്കിൽ സാരമില്ല. അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ദെൻ യു ക്യാൻ അപ്ലൈ യുവർ ലോജിക് ഓൾസോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നത് ക്ലിയർ ആയി. So let's move on to questions. Illustration number 1. CE sends goods to his customers on sale or return basis. The following transactions took place during 2016. September 15, send goods to customers on sale or return basis at cost plus 33%. Goods returned by customers 40,000. Received letters of approval from customers 40,000. Goods with customers awaiting approval 20,000. CE record sale or return transactions as ordinary sales. You are required to pass the necessary journal entries in the books of CE, assuming that accounting year closes on 31st December 2016. So question number 1. Journal entries in the books of C. Date, particulars, ledger folio, debit and credit. In the first transaction, send goods to customer on sale or return basis at cost plus 33.13%. 1 lakh. So September 15th ആണ് ആദ്യത്തെ എൻട്രി. September date 2016. So when goods are sent, നമ്മൾ സാധാരണ ഒരു സെയിൽ പോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. Even though the sale is on approval or return basis. So entry will be trade receivables or debtors, debtors account debit to sale. Amount. Sent goods at 1 lakh എന്നാണ്. പക്ഷെ അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നതാണ് 33.13%. But this 1 lakh is the goods that are sent. അല്ലേ? So sent എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 1 lakh ആകുമ്പോൾ this 1 lakh is the selling price. So debtors should be debited with 1 lakh and sale account should be credited with 1 lakh. Appropriate narration എഴുതിക്കൊള്ളുക goods sent on approval basis എന്നുള്ളത്. അടുത്ത journal entry. October 20ന് ഗുഡ്സ് തിരികെ വന്നു. ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് ഓഫ് 40,000. ഇവിടെയും കൊടുത്തു വിട്ടത് 1 lakh സെല്ലിംഗ് പ്രൈസിലാണെങ്കിൽ തിരികെ വന്ന 40,000 ഏത് പ്രൈസിൽ തന്നെയായിരിക്കും? സെല്ലിംഗ് പ്രൈസ്. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ റിട്ടേൺഡ് എന്ന് പറയുന്നത് അല്ലേ? October 20. So which means 20 October 2016 entry will be reversed. Sale account debit 40,000 to debtors account. Please note that ഞാനിപ്പോൾ narration എഴുതുന്നില്ല എന്നേ ഉള്ളൂ. Please make sure that you record the narration for every journal entry that you record in your answer paper. Yeah. Next is on November 25, received letters of approval from customers 40,000. അതായത് 1,40,000 തിരികെ വന്നു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 60,000 ഉണ്ട്. അതിൽ 40,000 അപ്രൂവൽ ലെറ്റർ കിട്ടിയെന്നുണ്ട്.
അപ്പോൾ ഇതിവിടെ എഴുതണമെന്നൊന്നുമില്ല, ബട്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് വേണമെങ്കിൽ താഴെ കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിനുള്ളിൽ തന്നെ അങ്ങോട്ട് എഴുതാൻ ശ്രമിക്കുകയാണ്. നോ എൻട്രി റിക്വയർഡ് അറ്റ് ദിസ് സ്റ്റേജ് ബിക്കോസ് അപ്രൂവൽ കിട്ടിയുമ്പോൾ ശരിക്കും നടന്നത് എന്താണ്, സെയിലായി കൺവേർട്ടായി, കണ്ടീഷനോട് കൂടി വിറ്റ സംഭവം അല്ലേ. പക്ഷെ അന്ന് അത് സെയിലായിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ ഇത് കൊടുത്തു വിടുമ്പോഴേ സെയിലായിട്ട് റെക്കോർഡ് ചെയ്ത കാരണം അപ്രൂവൽ കിട്ടിയ 40,000ന്റെ എഫക്റ്റ് എവിടെ കിടപ്പുണ്ട്, ഈ 1,00,000-നുള്ളിൽ കിടക്കും. അതായത് സെയിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു. ഇനി ഒന്നുകൂടി അപ്രൂവൽ കിട്ടിയിട്ട് സെയിലായിട്ട് റെക്കോർഡ് ചെയ്താൽ ദാറ്റ് ബിക്കംസ് എ dual effect. So what you have to do, you have to be silent in this date on 25th November when approval is received. The next entry was on December 31st, goods with customers awaiting approval. അതായത് ടോട്ടൽ 1,40,000 തിരികെ വന്നു, അതിന്റെ റെക്കോർഡ് നമ്മൾ എഴുതി. പിന്നെയുള്ള ബാക്കി 60,000-ൽ 40,000 രൂപയ്ക്ക് അപ്രൂവലും കിട്ടി. അത് എൻട്രി എഴുതിയില്ലെങ്കിലും അതിന്റെ എഫക്റ്റ് ആദ്യത്തെ സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി എത്രയേ ഉള്ളൂ, 20,000 കൂടെ കിടക്കണം. ആ 20,000-ന് ഇതുവരെ അപ്രൂവൽ ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസംബർ 2016 ആയപ്പോൾ you have still some goods with customer which are lying for approval എങ്കിൽ you cannot say that this has completed the sale transaction. ഒരു കംപ്ലീറ്റ് സെയിൽ ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, സെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോയി, അതിനെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഈ എൻട്രി ആദ്യമേ റിവേഴ്സ് ചെയ്യണം. How will you reverse? Sales account debit to debtors account. And when you reverse, you have to reverse the amount that was included. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, 20,000 ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ റിവേഴ്സ് ചെയ്യേണ്ടതും ആ സെല്ലിംഗ് പ്രൈസ് ആണ്. സോ അത് നമ്മൾ ചെയ്തു. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്ക് ഫിസിക്കലി ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഗോഡൗണിൽ ഇല്ല, പക്ഷെ ഇപ്പോഴും എൻ്റെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ആയത് കാരണം യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് സ്റ്റോക്ക് ലൈയിങ് വിത്ത് യുവർ കസ്റ്റമർ. ആൻഡ് വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റോക്ക് you have to apply the valuation principles of inventories as cost or NRV, whichever is less. So entry എന്തായിരിക്കും, അതുണ്ട്. ഇത് റിവേഴ്സ് ചെയ്തു, എൻ്റെ സെയിൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് സെയിൽ അല്ല എന്ന് പറഞ്ഞ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഫിസിക്കലി എൻ്റെ കയ്യിൽ തിരിച്ച് ഗുഡ്സ് എത്തിയിട്ടില്ല. എൻട്രിയിൽ പക്ഷെ അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ആ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രിയിൽ ഗുഡ്സ് തിരികെ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വി വിൽ സേ ദാറ്റ് എൻട്രി റിവേഴ്സ് ചെയ്തു, പക്ഷേ ഗുഡ്സ് ആർ സ്റ്റിൽ ലൈൻ വിത്ത് my customer. So you will add one more entry, inventories with my customer, or inventory or stock with customer on sale or return basis. Inventory or stock and engane venum edha, sale or return account debit to പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ഒരു എൻട്രിയുടെ ലോജിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കുഴപ്പമില്ല. വി വിൽ അണ്ടർസ്റ്റാൻഡ് ഗോയിങ് ഫോർവേഡ്. ഇപ്പൊ നിങ്ങൾക്ക് മഗപ്പ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഇത് ഓൾറെഡി അറിയാവുന്നവർ യു ഓൾറെഡി ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലോജിക്. ബട്ട് സയൻസ് സ്റ്റുഡൻസ് ഇഫ് യു do not know anything about trading account, don't worry. Right now മാത്രം ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രം മഗപ്പ് ചെയ്തോളുക. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ you will understand the logic of this entry also. സോ സെയിൽ തന്നിരിക്കുന്നത് ഈ റിവേഴ്സൽ നമ്മൾ നടത്തിയിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് 20,000. പക്ഷെ നമ്മൾ ഇൻവെന്ററി ആയിട്ട് ഇതിനെ കാണിക്കുമ്പോൾ വി ഹാവ് ടു റെക്കോർഡ് ചെയ്ത് കോസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് ലെറ്റ് us compute ഈ 20,000 സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ how much is the cost price. Now the question given was cost plus 33.13%. So തന്നിരിക്കുന്ന കോസ്റ്റ് 100ഉം 33.13% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 33.33 ആയിട്ട് നമ്മൾക്ക് എടുക്കാം. ആ ഫ്രാക്ഷൻ മാറ്റി ഡെസിമൽ ആക്കി. So selling price is 133.33. Yeah. So if selling price is 133.33, 20,000 is represented by this single unit ന് 133.33 ആണെങ്കിൽ എത്ര എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 20,000-നെ എന്താക്കി മാറ്റണം, കോസ്റ്റ് പ്രൈസ് ആയ 100 ആക്കി മാറ്റണമെങ്കിൽ what is the formula that we have to apply? 20,000 is a selling price. You need the cost price 100 എത്രയാണെന്നുള്ള കോസ്റ്റ് പ്രൈസ് വേണം ഡിവൈഡഡ് ബൈ the selling price. അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ആൻഡ് ദിസ് amount should be on
same basis or same base selling price എന്ന് പറയുന്ന same base ൽ 20,000 into 100 divided by 15,000. So which means 20,000 എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരുന്ന selling price കാണിച്ചിരുന്ന ആ സ്റ്റോക്കിന്റെ ശരിക്കുമുള്ള കോസ്റ്റ് എത്രയേ ഉള്ളൂ 15,000 രൂപ. അപ്പോൾ നമ്മൾ ആ സെയിൽസിൽ നിന്ന് അതിനെ റിവേഴ്സ് ചെയ്തിട്ട് we post it to the inventory list. Yeah. So with that, we complete question number 1. Let us take up question illustration number 2. S Limited sends out its goods to dealers on sale or return basis. All these transactions are, however, treated as actual sales and are passed through the day book. Just before the end of the day book എന്ന് ഉദ്ദേശിക്കുന്ന സാധാരണ സെയിൽ പോലെ ട്രീറ്റ് ചെയ്യുന്നതല്ല പറഞ്ഞത് ആദ്യത്തെ സെന്റൻസിൽ. അപ്പോൾ സെയിൽസിന് നമുക്കൊരു സെയിൽ ഡേ ബുക്ക് ഉണ്ട് അല്ലേ, സെയിൽസ് ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ കൂടെ സാധാരണ സെയിൽ പോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡേ ബുക്ക് എന്ന് എഴുതിയ കാരണം ഫ്രീക്വന്റ്ലി അല്ലെ ന്യൂമറസ് ആണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. Just before the end of the accounting year on 31st March 2016, 200 such goods have been sent to a dealer at 250 each, cost 200 each on sale or return basis and debited to his account. Of these goods, on 31st March 2016, 50 were returned and 70 were sold, while for the other goods, date of return has not yet expired. അതായത് എല്ലാ ട്രാൻസാക്ഷനും സെയിൽ ഓർ റിട്ടേൺ ബേസിൽ നടക്കുന്നത് സാധാരണ ഒരു സെയിൽ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ 200 യൂണിറ്റ്സ് കൊടുത്തു വിട്ട ഒരു ഡീലറിന് 250 വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും കൊടുത്തോണ്ടിരുന്നത് സെയിൽ ഓൺ റിട്ടേൺ ബേസിൽ. അത് അപ്രോപ്രിയറ്റ്ലി നമ്മൾ അയാളുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 200 എണ്ണം കൊടുത്തു വിട്ടതിൽ 31 മാർച്ച് 2016 50 എണ്ണം തിരികെ റിട്ടേൺ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി 200 എണ്ണം കൊടുത്തു വിട്ടപ്പോൾ യു വുഡ് ഹാവ് റെക്കോർഡഡ് സെയിൽ. Now when it is returned back, you have to ഇനി അവസാനത്തെ എൻട്രി അവസാനത്തെ ലൈൻ വെച്ച് പാസ് നെസസറി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമാണ്, എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണമെന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്. സോ 50 എണ്ണം റിട്ടേൺ ചെയ്തു, ആ 50 എണ്ണത്തിന്റെ റിട്ടേൺ നമ്മൾ കാണിക്കണം. ആൻഡ് 70 were sold, while for the other goods the date of return has not expired. 70 എണ്ണം വിറ്റു, ഈ ഡീലറും മറ്റൊരാൾക്കയാൾ വിറ്റ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം 70 എണ്ണത്തിന് നമ്മൾ ഒരു ട്രാൻസാക്ഷനും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ 200 എണ്ണത്തിന് നമ്മൾ ഒറിജിനലി ഡേറ്റിൽ സെയിൽ റെക്കോർഡ് ചെയ്തപ്പോൾ ഈ 70ക്കും സെയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. Now when approval is received, should you record anything extra for the 70? No. So keep silent on 70. അപ്പോൾ 70 and 50 ടോട്ടൽ എത്ര യൂണിറ്റ്സിന്റെ ലിസ്റ്റ് നമ്മൾക്ക് കിട്ടി? 50 + 70 120. എത്ര യൂണിറ്റ്സ് ആണ് അയാൾക്ക് നമ്മൾ കൊടുത്തു വിടുന്നത്? 200 യൂണിറ്റ്സ്, which means we are short of another 80 units. ആ 80 യൂണിറ്റ്സ് ആണ് date of return has not been expired എന്ന് പറയുന്നത്. അപ്പോൾ ഈ 80 ബാക്കിയുള്ള 80 നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? It should be treated as an inventory with customer. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് വെരി ക്ലിയർ. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് മാത്രം മതി എന്ന് സ്പെസിഫിക്കലി പറയുന്നത്. അതായത് ഒറിജിനൽ സെയിൽ തൊട്ടൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ ദിസ് ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ഐ ബിലീവ് യു ക്യാൻ ട്രൈ ഓൺ യുവർ ഓൺ ആസ് എ ഹോംവർക്ക് ക്വസ്റ്റൻ. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, അത് നിങ്ങളൊന്ന് ജേർണലൈസ് ചെയ്താൽ മാത്രം മതി. ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. So let us take up illustration number 3, which is similar to illustration 2. അത് നമ്മൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ 2 നിങ്ങൾക്ക് സംശയം തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
Cali company sends out its gas containers to dealers on sale or return basis. All such transactions are, however, treated as actual sales and are passed through the day book. Just before, ഇവിടെയും day book എന്ന് ഉദ്ദേശിക്കുന്ന സെയിൽസിനെ കുറിച്ചാണ്. Just before the end of the financial year, 100 gas containers, which cost them 900 each, have been sent to the dealer on sale or return basis and have been debited to his account at 1,200 each. Out of this, only 20 gas containers are sold at 1,500. You are required to pass necessary journal entries or adjustment entries for the purpose of profit and loss account and balance sheet. എത്ര എണ്ണം കൊടുത്തു? 100 എണ്ണം കൊടുത്തു വിട്ടു. അതിൽ 20 എണ്ണം മാത്രമേ ശരിക്കും വിറ്റിട്ടുള്ളൂ. അപ്പം ആ 20 എണ്ണത്തിന്റെ കാര്യവും ഒക്കെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ് us first write the heading of this: journal entries in the books of the company, date, particulars, debit and credit. So just start again. All transactions sale at a record. Adil 100 containers costing them 900 each have been sent to dealer. And എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് അയാൾക്ക്? 100 ഗ്യാസ് 1200 വെച്ചിട്ട്. അപ്പോൾ when we have sent, ഇത് മെയിൻ ആൻസറിന്റെ ഭാഗമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഫുൾ ജേർണൽ എൻട്രി എഴുതുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന only adjustment entries ആണ്. So we have to record appropriately. ഇനി എന്നാണ് ഈ സെയിൽ നടന്നതെന്ന് കറക്റ്റ്ലി നമ്മൾക്ക് അറിയില്ല. എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടാവണമല്ലോ. സോ അത് തൊട്ട് നമ്മൾക്കൊന്ന് എഴുതാം. സോ ഐ എം നോട്ട് റൈറ്റിംഗ് ദ ഡേറ്റ് സിൻസ് ഐ ഡു നോട്ട് നോ ദ എക്സാക്ട് ഡേറ്റ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. അതായത് 100 കണ്ടെയ്നേഴ്സ് അയാൾക്ക് കൊടുത്തു വിട്ടപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതായിരിക്കണം. ആൻഡ് ഐ വുഡ് ഹാവ് റെക്കോർഡഡ് at what? I have debited to his account at 1,200 each. എനിക്ക് കമ്പനിക്ക് കെയിലി കമ്പനിക്ക് എത്ര രൂപയായി അത് ഓരോന്നിനും? 900. കോസ്റ്റ് അത്രയും. പക്ഷെ എത്ര സെല്ലിംഗ് പ്രൈസിനാണ് ഞാൻ കൊടുത്തത്? 1200. സോ 1200-നാണ് ഞാൻ സെയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലേ? സോ 100 കണ്ടെയ്നേഴ്സ് ഗ്യാസ് കണ്ടെയ്നേഴ്സിന് 1200 വെച്ചിട്ട്. സോ 100 into 1200 which is 1,20,000. ഇതായിരിക്കണം ഒറിജിനൽ സെയിലിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഒറിജിനൽ സെയിൽ ഓൺ ആ കണ്ടീഷൻ അപ്രൂവലോ റിട്ടേൺ ബേസിൽ കൊടുത്തു വിട്ടപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് ദിസ് only 20 ഗ്യാസ് കണ്ടെയ്നേഴ്സ് ആർ സോൾഡ് at 1,500. 100 എണ്ണം കൊടുത്തു വിട്ടു 1200 വെച്ചിട്ട്. പക്ഷെ അതിൽ 20 എണ്ണേ വിറ്റ് പോയിട്ടുള്ളൂ. എത്ര രൂപയ്ക്ക്? 1,500. Which means if it would have been sold at 1,200 itself, should I have done anything? No, I should have been silent because already sale ഞാൻ റെക്കോർഡ് ചെയ്തു. ആ 20 എണ്ണം ഏതിനകത്ത് കിടപ്പുണ്ട്? ഈ 100 എണ്ണത്തിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആക്ച്വലി വിൽക്കുമ്പോൾ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ഞാൻ ഈ 20 എണ്ണത്തിനെ കുറിച്ച് വീണ്ടും ഒരു എൻട്രി എഴുതേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് എന്ത് പറയുന്നുണ്ട്? ആ വർഷം അവസാനമാണ് 20 എണ്ണം വിറ്റത്. പക്ഷെ വിറ്റ പൈസ എത്രയാണ്? 1,500. നമ്മൾ എത്ര റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? 1,300. Which means I have to record an additional adjustment entry for the difference in price. ഡേറ്റ് നമുക്കറിയില്ല. ഞാൻ 31st March എന്നൊരു റാൻഡം ഡേറ്റ് എഴുതിയേ ഉള്ളൂ. ടെക്സ്റ്റിലും ഈ ഡേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ബട്ട് I had sold or recorded sales only at 1,200, but I should have recorded sales at 1,500 for 20 units. So ആ ഡിഫറൻസിനാണ് ഞാൻ ഇപ്പോൾ എൻട്രി എഴുതാൻ പോകുന്നത്. അപ്പം വിറ്റതിന് മാത്രമേ എനിക്ക് 1,500 വെച്ചിട്ട് പ്രൈസ് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കി ഇതുവരെ വിറ്റിട്ടില്ല. വിറ്റ് കഴിയുമ്പോൾ നമുക്ക് പറയാം എക്സ്ട്രാ പൈസക്കാണോ കുറവ് പ്രൈസിനാണോ വിറ്റത്. അത് 1,200 ഞാൻ 20 എണ്ണത്തിന് ഓൾറെഡി റെക്കോർഡ് ചെയ്തു. എത്ര റെക്കോർഡ് ചെയ്യണമായിരുന്നു? 1,500, which means I have a shortfall of 300 rupees on single price, a single unit.
So when I have sold 20 units, I have to record an additional entry of 6,000 rupees. This is differential price in vendi മാത്രമുള്ളതാണ്. Yeah. The next is out of this ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കി 80നെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലേ? അപ്പോൾ ബാക്കി 80 എന്തായി കാണും? ബാക്കി 80നും ഇതുവരെ അപ്രൂവൽ കിട്ടിക്കാണില്ല. അപ്രൂവൽ കിട്ടാത്ത സ്ഥിതിക്ക് can you treat it as a sale? No, but I had originally recorded it as a sale. So now what should I do? I should reverse that sale entry. Now reverse ചെയ്യുമ്പോൾ 1200 രൂപയെ ബാക്കി 80 എണ്ണത്തിന് നമ്മൾ സെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോഴും എത്ര രൂപയാണ് റിവേഴ്സ് ചെയ്യേണ്ടത്? 1200 രൂപ തന്നെയാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. എൻട്രി എന്താണ്? സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് to debtors account for the remaining 80 units which are still not sold or approval not yet received, which is 96,000 rupees. അപ്പോൾ 96,000 റിവേഴ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്തു saying that sale has not happened, but along with that I should now record it as my inventory. So entry will be inventories with customer on sale or return account debit to trading account. And what should be the price? It should be for 80 units. 80 units in the cost or NRV, whichever is less കാണിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് ഓർ NRV whichever is less in NRV നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. പക്ഷേ ക്വസ്റ്റനിൽ കോസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 900 എന്ന് പറഞ്ഞു. So therefore we will show it that the cost price of 900, which is 72,000. So this is the final entry. So adjustment entry എന്ന് പറയുന്നത് അവർ ഈ 3 കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ ആദ്യത്തെ എൻട്രി ഞാൻ റെക്കോർഡ് ചെയ്തത് ഇത് സ്റ്റാർട്ടിങ് തൊട്ട് എങ്ങനെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബട്ട് വെൻ an exam question is asked, you need not write it. ഇത് എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് ഒന്നും കിട്ടില്ല. ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ഇത് എഴുതാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ കൺഫ്യൂഷൻ ഉണ്ടാകും തോന്നുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ റൈറ്റ് ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഫെച്ച് യു എനി അഡീഷണൽ മാർക്ക്. പക്ഷെ ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിച്ചിരിക്കുന്നത് മാത്രം ആൻസർ ചെയ്യുക. So this part I am going to leave at your choice. You can either write it or skip it. But study material ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എൻട്രി കാണാൻ പറ്റില്ല. ഇവിടുന്ന് അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. So with that, illustration number 3 is complete. In similar manner, you can record the you can work out illustration number 4 where ഇവിടെ increase in price പോലെ decrease in price ഉണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ്സ് തൊട്ടുള്ള എൻട്രി ആണ് illustration 4 പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്തോളുക as a homework. So question number 2, illustration 2 and 4 are homework question. രണ്ടും ഒരേപോലെയാണ്. illustration 2 സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പ്രൈസിലുള്ള ചേഞ്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ല. illustration 4 സെയിം ലൈനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൈസിലുള്ള വേരിയേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ ഒരു ചെറിയ മൈനർ വേരിയേഷൻ മാത്രം ഈ ആൻസേഴ്സിൽ വരികയുള്ളൂ. ഇനി 4 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത 3 പോലെ തന്നെയാണ്. 3ൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ആയിരുന്നു, 4ൽ ഡിക്രീസ് ഇൻ പ്രൈസ്. സോ ലെറ്റ് us take up the final question and with that we are winding up this chapter. ഇനി ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാനില്ല. ഇതേപോലെ പല എമൗണ്ട്സും പല സിറ്റുവേഷനും നിങ്ങൾക്ക് വന്നിരിക്കാം. അതിലെല്ലാം ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ഒരേ മോഡലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാഷ്വലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ CS സ്റ്റഡി മെറ്റീരിയലും കണ്ടറിയാം. എല്ലാ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് കാഷ്വലി എന്ന് പറയുന്ന തിയറി എഴുതിയതിന് ശേഷമാണ്. ഫ്രീക്വൻ്റ്ലി തൊട്ട് ആൻഡ് ന്യൂമറസ്ലിയിൽ ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തിയറി എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. സോ എക്സാമിന് പ്രോബ്ലം ആയിട്ട് പഠിക്കേണ്ടത് only from കാഷ്വലി പോർഷൻ. So we will take up illustration number 5 and wind up this chapter. A sends out goods on approval for a few customers and includes the same in sales account. On 31st March 2016, the trade receivable balance stood at 1 lakh, which included 7,000 goods sent on approval, against which no intimation was received during the year. These goods were sent out at an
25% over and above cost price and were sent to Mr. X and Y, 4,000 and 3,000. X sent an intimation of acceptance on 30th April and Y returned the goods on 10th April 2016. Make the adjustment entries and show how will these items appear in the balance sheet on 31st March 2016. Show also the entries to be made during April 2016. Value of closing inventories on 31st March 2016 was 60,000. അപ്പോൾ നമ്മളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻട്രി എഴുതേണ്ടത് മേജർലി 31st മാർച്ച് ബുക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എൻട്രി വരുന്നുണ്ടെങ്കിൽ അത് എഴുതണം. അന്നത്തെ ദിവസം ബാലൻസ് ഷീറ്റിൽ വരുന്ന പൊസിഷൻ കാണിക്കണം. ഈ ബാലൻസ് ഷീറ്റ് ചിലർക്കെങ്കിലും അറിയാത്തൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ എന്തായാലും ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലല്ല നമുക്ക് പറഞ്ഞു പോകാം. വൺസ് യു സ്റ്റഡി ദാറ്റ് ഏരിയ യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് ഇറ്റ്. അലോങ് വിത്ത് ദാറ്റ് 31st മാർച്ച് കൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം വരുമ്പോൾ ഏപ്രിൽ 2016 വരേണ്ട എൻട്രീസും കൂടെ ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. സോ ലെറ്റ് us take. ഇതിൽ ആദ്യം പറയുന്നത് നമ്മൾ കുറേ സെയിൽ ട്രാൻസാക്ഷൻസ് നടത്തിയതിൽ കുറച്ചൊക്കെ ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസിൽ കൊടുത്തിരുന്നു. അതെല്ലാം എവിടെ കാണിച്ചിട്ടുണ്ട്? സെയിൽസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. 31 മാർച്ച് 2016 വി റിയലൈസ് ദാറ്റ് നമ്മൾ അങ്ങനെ സെയിൽ റെക്കോർഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സെയിലിന്റെ എൻട്രി എന്തായിരിക്കും? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസ് ഡെബിറ്റ് ബാലൻസിലായിരിക്കും കാണുക, സെയിൽ ക്രെഡിറ്റ് ബാലൻസ്. അങ്ങനെ ഡെബിറ്റ് ബാലൻസിൽ കിടക്കുന്ന എത്രയുണ്ട്? ട്രേഡ് റിസീവബിൾസ് 1 lakh. അതിൽ 7,000 രൂപ ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവലിൽ കൊടുത്തതാണ്. പക്ഷെ അതിന് ഇതുവരെയും അപ്രൂവലോ റിജക്ഷനോ ഇന്റിമേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. വിച്ച് മീൻസ് യു ഹാവ് ടു റിവേഴ്സ് ഇറ്റ് ഫ്രം ദ സെയിൽ. അതായത് ഈ എൻട്രിയിൽ നിന്ന് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യണം അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 5. The first part is to reverse the sale for which no intimation of either approval or rejection is received. അപ്പോൾ എങ്ങനെ റിവേഴ്സ് ചെയ്യും? ഒറിജിനലി എൻട്രി ഇട്ടപ്പോൾ എന്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? ഡെറ്റേഴ്സ് ഓർ ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക ടു, ഇവിടെ ട്രേഡ് റിസീവബിൾസ് എന്ന പേര് ഉപയോഗിച്ച കാരണം വി ആർ ഗോയിങ് ടു യൂസ് ദ സെയിം ഫോർ our ledger also. Trade receivables is nothing but another name for debtors അല്ലേ? അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന് 7,000 കിട്ടാതിരുന്നത്. അപ്പോൾ അങ്ങനെ ഡെബിറ്റ് ചെയ്ത് എൻട്രി ക്ലോസ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ഇതിന്റെ നറേഷനുള്ളിൽ എക്സിന് 4,000 ബിക്ക് 3,000 കൊടുത്താണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. 7,000ന്റെ ടോട്ടൽ അതൊക്കെ നറേഷനുള്ളിൽ കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോളാം. The next is മാർച്ച് 31 നമ്മൾ റിവേഴ്സൽ നടത്തി. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? എൻ്റെ സ്റ്റോക്ക് മറ്റൊരാളുടെ കയ്യിൽ അല്ലെ എക്സിന്റെയും വൈയുടെയും കയ്യിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യണം അല്ലെ? ദീസ് were sent out at 25% over and above കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇൻവെന്ററി ഈ 7,000 സെല്ലിംഗ് പ്രൈസ് ആണല്ലോ. 7,000 സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാ? കോസ്റ്റിന്റെ കൂടെ 25% കൂടെ. അപ്പോൾ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് will be assumed as 100. So 25% on 100 will be 25 rupees. Therefore selling price is 125. അപ്പോൾ 125 per യൂണിറ്റിന് വിലയിട്ട് കഴിഞ്ഞാലാണ് സെയിൽസ് ആയിട്ട് നമ്മൾ എത്ര കാണിച്ചത്? 7,000. സോ ഈ 7,000നെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് ആയ 100 ആയാൽ എത്രയെന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് കാണിക്കണം? ഇൻവെന്ററി വിത്ത് മൈ കസ്റ്റമർ ആയിട്ട് കാണിക്കണം. So അതിന് എൻട്രി ഇൻവെന്ററി വിത്ത് കസ്റ്റമർ ഓൺ സെയിൽ ഓർ റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എമൗണ്ട് വിൽ ബി 7,000 ആണ് സെല്ലിംഗ് പ്രൈസ്. I should convert it into cost price of 100. So 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, divided by 125 which is represented the selling price. അപ്പോൾ എത്ര കിട്ടും? 5,600. ഇപ്പോൾ 5,600 വിലയുള്ള സാധനമാണ് നമ്മൾ 7,000 രൂപയ്ക്ക് അവർക്ക് കൊടുത്തത്. അപ്പോൾ 7,000 സെയിലിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണിച്ചു? നമ്മളുടെ സ്റ്റോക്ക് കസ്റ്റമറിന്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്യും. So with that, മാർച്ച് 31നുള്ള ജേർണൽ എൻട്രി കഴിഞ്ഞു. ഇനി മാർച്ച് 31 ജേർണൽ എൻട്രി മാത്രമല്ല ഏപ്രിലെ എൻട്രിയും കൂടെ എഴുതാൻ നമ്മളോട് പറയുന്നുണ്ട്. ഏപ്രിൽ 2016. സോ അതും കൂടെ നമ്മൾക്കൊന്ന് നോക്കാം. ഈ ജേർണൽ എൻട്രിയുടെ ഭാഗമായത് കാരണം ഇതിന്റെ താഴേക്ക് ഡേറ്റ് എഴുതി അങ്ങോട്ട് പോയാൽ മതി. സോ ജേർണൽ എൻട്രി നെക്സ്റ്റ് വാസ് എക്സ് ഇന്റിമേഷൻ തന്നു on 30th April of acceptance and Y returned goods on 10th April.
അപ്പോൾ എക്സ് 30th ഏപ്രിലിൽ സമ്മതിച്ചു ഗുഡ്സ് വാങ്ങിക്കാൻ. അപ്പോൾ ഓൾറെഡി ഈ 4000 നമ്മൾ സെയില് റെക്കോർഡ് ചെയ്തിരുന്നു അല്ലേ, റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം, പക്ഷെ നമ്മളത് എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്തിരുന്നു. ഇമ്മീഡിയറ്റ്ലി റിവേഴ്സൽ അല്ല, സോറി, 31st മാർച്ചിന് റിവേഴ്സ് ചെയ്തിരുന്നു. അക്സെപ്റ്റൻസോ റിജക്ഷനോ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അയാൾ 30 ഏപ്രിലിന് അത് സെയിലായിട്ട് സമ്മതിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എക്സിന്റെ ഒരു എഫക്റ്റും ഈ ബുക്സിൽ ഒരിടത്തും ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ അയാൾക്ക് സെയിൽ കൊടുത്തതുപോലെ പുതിയ സെയിലായിട്ട് കാണിക്കും. ഇനി വൈയുടെ കാര്യം എടുത്തു നോക്കും. വൈ 3000 രൂപ കൊടുത്ത് വൈ ഗുഡ്സ് തിരികെ തന്നു അല്ലെ. ഗുഡ്സ് തിരികെ തന്നാൽ അതിന്റെ അർത്ഥം ഓൾറെഡി 2016 ഇടയ്ക്ക് എപ്പോഴും ഞാൻ സെയില് കാണിച്ചു വൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ മാർച്ച് 31 ഐ റിയലൈസ്ഡ് സെയിൽ ആയില്ല എന്ന് പറഞ്ഞ് റിവേഴ്സ് ചെയ്തു. അതായത് വൈക്ക് കൊടുത്ത സെയിൽ കംപ്ലീറ്റ്ലി 2016 ബുക്സിൽ നിന്ന് ഞാൻ എലിമിനേറ്റ് ചെയ്തു. എൻട്രി എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് ഇൻവെന്ററി ആയിട്ട് ഞാൻ അതിനെ കാണിച്ചു. ഇനി ഏപ്രിൽ 10 ആയപ്പോൾ അയാൾ ശരിക്കും ആ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് എല്ലാം കൂടെ എവിടെ കൊണ്ടു തന്നു? എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അതായത് ഈ എൻട്രി എൻ്റെ കസ്റ്റമറിന്റെ കയ്യിൽ ഇരിക്കുന്ന ഇൻവെന്ററി എന്ന് പറഞ്ഞത് ഇനി എന്തായി മാറി? എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സ്റ്റോക്കായി മാറി. അപ്പോൾ ഒരു എൻട്രി ഉണ്ടെങ്കിൽ തന്നെ എന്ത് എൻട്രി മതി? ഈ ഇൻവെന്ററി വിത്ത് കസ്റ്റമർ എന്ന് പറയുന്ന ലെഡ്ജറിൽ നിന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കിലേക്കുള്ളൊരു മാറ്റം മാത്രം മതി. പക്ഷെ അത് നമ്മളിവിടെ കാണിക്കുന്നില്ല. കാരണം അടുത്ത ഇയർ എൻഡ് അഗൈൻ അടുത്ത വർഷത്തെ ഇയർ എൻഡ് വരുമ്പോൾ ഈ ലെഡ്ജറൊക്കെ എലിമിനേറ്റ് ആയി പോക്കുള്ളത്. അതുകൊണ്ട് ആ എൻട്രി നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് കാണിക്കാൻ ഒരു എൻട്രി ഉണ്ട്, വിച്ച് വാസ് ദാറ്റ് എക്സിന്റെ സെയിലും നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാണ്. പക്ഷെ എക്സ് ഈ വർഷം അതിന് സമ്മതം തന്നപ്പോൾ he again became my debtor. That means I can collect 4000 rupees from him. So now I will make him my debtor again by debiting him in bracket x and recording the reason for that receivable, which is sale. So അപ്പോൾ വൈനെ കുറിച്ച് നമ്മൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം വൈക്ക് സെയിൽ ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അയാൾ ഇപ്പോൾ കൊണ്ട് ഗുഡ്സും തന്നു. ആ ഗുഡ്സ് തന്നതിന് നമ്മളിപ്പോൾ എൻട്രി ഒന്നും എഴുതുന്നില്ല. കാരണം ആ ഗുഡ്സ് നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ട്? ഇൻവെന്ററി വിത്ത് കസ്റ്റമറിനുള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. സോ അതിപ്പോൾ നമ്മൾ എൻട്രി ഒന്നും എഴുതേണ്ട കാര്യമില്ല. സോ വിത്ത് ദാറ്റ് വി ഫിനിഷ് ദ journal entry till April 2016. അപ്പോൾ ഏപ്രിൽ 2016 വരെയുള്ള ജേർണൽ എൻട്രി കഴിഞ്ഞ സ്ഥിതിക്ക് നൗ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് 31st മാർച്ച് 2016 ബാലൻസ് ഷീറ്റിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ വരും? ഇനി ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പ്രസന്റേഷൻ ടെക്നിക് ഒന്നും നമ്മൾക്ക് അറിയില്ലെങ്കിലും we had said that balance sheet comprises of my asset, liabilities and capital. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ജേർണൽ എൻട്രീസിൽ ഏതൊക്കെ അസറ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്? ഇൻവെന്ററി എൻ്റെ ഒരു അസറ്റ് ആണ്. കാരണം അടുത്ത വർഷം എനിക്ക് അതിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻവെന്ററിയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഇൻവെന്ററീസ് ആർ എ പാർട്ട് ഓഫ് കറന്റ് അസറ്റ്. സോ ദാറ്റ് ഇസ് വൺ ഇൻഡിക്കേഷൻ. പിന്നെ ട്രേഡ് റിസീവബിൾസ് എന്ന് വെച്ചാലും എനിക്ക് പൈസ കിട്ടേണ്ട മാർഗമാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഓൾസോ അനദർ അസറ്റ്. സെയിൽ ആൻഡ് ട്രേഡിംഗ് ഇതൊക്കെ അസറ്റ് ഓർ ലയബിലിറ്റി ആണ്? അല്ല, ദീസ് ആർ ഓൾ റവന്യൂ ഐറ്റംസ്. ട്രേഡിംഗ് അല്ല, സെയിൽ ആണ്. സോ therefore the only balance sheet items relevant from these journal entries are only this trade receivables and inventory with customers. So balance sheet ഇതെങ്ങനെ കാണിക്കാം? ബാലൻസ് ഷീറ്റിന്റെ പ്രസന്റേഷൻ ഒന്നും കാണിക്കുന്നില്ല, ഓരോ ഐറ്റം മാത്രം കാണിക്കുകയാണ്. സോ ട്രേഡ് റിസീവബിൾസിന്റെ കാര്യം നമ്മൾക്കൊന്ന് പറയാം. ബാലൻസ് ഷീറ്റ് ഓൺ 31st March 2016. ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ നമ്മളോട് പറഞ്ഞത് ട്രേഡ് റിസീവബിൾസ് 1 ലക്ഷം രൂപയാണെന്നാണ്. പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ ഈ എൻട്രിയുടെ അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചത്. 7000 രൂപ റിവേഴ്സ് ചെയ്തിട്ട്. ഹെഡിങ് നോക്കാം. ബാലൻസ് ഷീറ്റ് 31 മാർച്ച് വരെ കേട്ടോ. അപ്പൊ ഈ ഒരു എൻട്രീനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇവിടെ വരെയുള്ള എൻട്രീസിന്റെ എഫക്റ്റ് എടുത്താണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. സോ ട്രേഡ് റിസീവബിൾസ് ഓൾറെഡി 1 ലക്ഷം ഉണ്ട്. ട്രേഡ് റിസീവബിൾസിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ആ ഡെബിറ്റ് ബാലൻസ് ആണ് 1 ലക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ 7000 എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. വിച്ച് മീൻസ് മൈ ട്രേഡ് റിസീവബിൾസിന്റെ ബാലൻസ് ഇപ്പൊ എത്രയേ ഉള്ളൂ? only 93,000 in balance sheet on 31st March after my adjustment entries. Next was my closing stock.
ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് സ്റ്റോക്ക് lying in my godown. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ explanation lying in godown. Plus stock with customer on sale or return basis. Okay. So ആ ഇൻവെന്ററി എത്രയുണ്ടെന്നാണ് നമ്മൾക്ക് ജേർണൽ എൻട്രിയിൽ കിട്ടിയത്? 5,600 inventory. So that is 5,600 and originally എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് value of closing stock was 60,000 എന്ന് പറയുന്നുണ്ട്. So totally my total closing stock is 65,600. Okay. These are my two items which are to be shown under balance sheet as on 31st March 2016. Yeah. So I hope it is clear. A very simple chapter ആണ്. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഒന്ന് ഓർത്താലും പിന്നെ ഇൻവെന്ററി ചാപ്റ്റർ പഠിച്ച് കുറച്ച് ചാപ്റ്റർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും വരുന്നത് only from this area. The other two areas for you to increase your knowledge you can run through the theory. പിന്നെ ഫോർമാറ്റ് ഒക്കെ വേണമെങ്കിൽ നോക്കാം. പക്ഷെ ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് എക്സാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും ആ ഏരിയയിൽ നിന്ന് വരില്ല. So please work out the homework questions that we have said in this class. In next class we will take up another portion which is depreciation. അതും കൂടെ കഴിഞ്ഞിട്ട് financial statements ലേക്ക് നമ്മൾ കടക്കും. So till we meet again, stay safe and happy.